അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ്, രേഖകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണം. ഈശോയെ, രേഖകൾ കയ്യിലില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് നിങ്ങൾ ആ രേഖകൾ നിങ്ങളുടെ കയ്യിൽ ഓർക്കുക. ചിലപ്പോൾ മാർക്ക് ലിസ്റ്റ് ആകും, ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് ആകും, ചിലപ്പോൾ ഹോൾ ടിക്കറ്റ് ആകും, ചിലപ്പോൾ പ്രമാണമാകും, ചിലപ്പോൾ നക്കലാകും, ചിലപ്പോൾ പറമ്പ് തരം മാറ്റാനുള്ള അപേക്ഷയാകും, ചിലപ്പോൾ നിങ്ങൾക്ക് വീടിന് നമ്പർ കിട്ടാൻ വേണ്ടിയുള്ള പ്രയാസത്തിൻ്റെ അതിനുള്ള അപേക്ഷ. എല്ലാം മനസ്സുകൊണ്ട് ഓർക്കുക. ആ രേഖകൾ ലഭിക്കാൻ ആവശ്യമായ രേഖകൾ വിസയുടെ രേഖകളാകാം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ രേഖകളാകാം, അല്ലെങ്കിൽ വിസ ഇൻ്റർവ്യൂ ആകാം. എല്ലാം രേഖകൾ മനസ്സിൽ ഓർക്കുക. നിങ്ങളുടെ ഫയലിലുള്ള മുഴുവൻ രേഖകൾ നിങ്ങൾ ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ വില്ലേജ് ഓഫീസർ തൊട്ട് കളക്ടർ വരെ മന്ത്രി വരെ നിങ്ങളുടെ ഓരോരോ കമ്പനികളിൽ CEO വരെ ബോസ് വരെ സമർപ്പിക്കാനുള്ള എല്ലാ രേഖകളും മനസ്സിൽ സൂക്ഷിക്കുക. കർത്താവെ,
അങ്ങയുടെ മക്കളുടെ രേഖകൾ ഞാനിന്ന് പ്രാർത്ഥിക്കുകയാണ്. ചിലർക്ക് രേഖകളില്ല, ചിലർക്ക് നഷ്ടപ്പെട്ടു, ചിലർക്ക് കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ, സമയത്ത് കിട്ടണില്ല. അങ്ങനെയുള്ള എല്ലാ രേഖകളും, ചിലർക്ക് രേഖ കൊടുക്കണില്ല, മനഃപൂർവ്വം കൊടുക്കണില്ല, കൈക്കൂലി ഇല്ലാത്തവന് കൊടുക്കണില്ല, അല്ലെങ്കിൽ അവരുടെ ആയിട്ടുള്ള വൈകല്യങ്ങളുള്ളതുകൊണ്ട് കൊടുക്കണില്ല, അല്ലെങ്കിൽ വേറെ താല്പര്യങ്ങളുള്ളതുകൊണ്ട് കൊടുക്കണില്ല. അങ്ങനെയുള്ള പൈശാചികമായ തടസ്സങ്ങൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ 40 വർഷം ഞാൻ അർപ്പിച്ച കൃപായുടെ ശക്തിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിന്റെ മുഴുവൻ രേഖകളെ അതിൻ്റെ തടസ്സങ്ങൾ വിടുവിക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവിൽ നീക്കാമേ. നമ്മുടെ ധൂർത്തപുത്രൻ്റെ പുനർവായനയാണ്. ധൂർത്തപുത്രൻ്റെ പുനർവായനയിൽ എന്നെ സ്വാധീനിച്ച ധൂർത്തപുത്രൻ്റെ തിരിച്ചുവരവിൻ്റെ ഏറ്റവും വലിയ വെച്ചാൽ ഒരു കുതിരപ്പവൻ കൊടുക്കാൻ പറ്റിയ ഒരു സംഭവമുണ്ട് എൻ്റെ അടുത്ത്. എന്താണെന്നറിയാമോ? അവൻ തിരിച്ചു വരാൻ തീരുമാനിച്ചതാ. എന്താ അതിനെക്കുറിച്ച് ബൈബിൾ പറഞ്ഞെന്ന് നോക്കിയേ. ലൂക്കാ 15:18. ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകും. എന്റെ പിതാവിന്റെ അടുക്കിലേക്ക് പോകും. ഞാൻ അവനോട് പറയും. പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. അതായത് ഇപ്പോഴും ആളിന് അസ്തമിക്കാത്തൊരു സംഭവമുണ്ട്. ധൂർത്തപുത്രൻ്റെ ആത്മാവിന് അസ്തമിക്കാതെ കിടക്കുന്ന ഒരു സംഭവമുണ്ട്. എന്താണ്? പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ. അത് ശരിക്കും നമ്മൾ അംഗീകരിക്കേണ്ട സംഭവമാണ്. നമ്മൾ എന്ത് പാപാവസ്ഥ, ഇപ്പം എന്തെല്ലാം പാപാവസ്ഥയിൽ മനുഷ്യൻ ജീവിക്കുന്നു ഇല്ലേ? പക്ഷേ ചില ആൾക്കാർ മാത്രമേ ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്തണുള്ളൂ. എന്താണ്? അവർക്ക് എൻ്റെ അപ്പൻ എന്നെ എപ്പോഴായാലും സ്വീകരിക്കും, എൻ്റെ അപ്പൻ കരുണയുള്ളവനാണ് എന്ന് മനസ്സിൽ ചിന്തിച്ചിട്ട് ഇനിയുള്ള കാലമെങ്കിലും വിശുദ്ധിയോട് ജീവിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി, അപ്പൻ്റെ കൂടെ ജീവിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി അയാൾക്ക് തിരിച്ചു വരാനുള്ളൊരു മനസ്സുണ്ട്. അത് അസ്തമിക്കാത്ത അപ്പൻ്റെ സ്നേഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ സ്നേഹം അസ്തമിക്കാത്തത് കൊണ്ടാണ്. എൻ്റെ ദൈവവേദന നമുക്ക് നമ്മുടെ ആത്മാവിൽ അസ്തമിക്കാതിരിക്കേണ്ട ഒരു കാര്യം അപ്പനെക്കുറിച്ചുള്ള സ്നേഹം, അപ്പൻ്റെ സ്നേഹം തന്നെയാണ്. അപ്പൻ്റെ സ്നേഹം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം എവിടെ വെച്ച് അസ്തമിക്കുന്നുവോ അപ്പം നമ്മൾ അസ്തമിച്ച് തിരികെയുള്ളൂ. ഈ ധൂർത്തപുത്രൻ്റെ ഒരു വിജയവതാണ്. അവൻ ഏത് അവസ്ഥയിലാണെങ്കിലും അപ്പൻ്റെ സ്നേഹം അസ്തമിച്ചിട്ടില്ലാത്ത ആത്മാവ്, ഇനിയും പ്രതീക്ഷയ്ക്ക് വകയുള്ള ആത്മാവ്, തിരിച്ചു വരാൻ ഒരു ബാല്യമുള്ള ആത്മാവ്. അവൻ എഴുന്നേറ്റെന്ന് പറയണം, അല്ല നിരങ്ങി തീട്ടിവിടുകയല്ല. അവൻ എഴുന്നേറ്റ്. അപ്പൻ്റെ സ്നേഹമാണ്, അവൻ്റെ ആത്മവിശ്വാസമാണ് അവൻ്റെ എഴുന്നേൽപ്പിൻ്റെ കാരണം. ഇതിലെ നീയും ഏതെങ്കിലും ഒരു തിന്മയിൽ വീണ് കിടക്കുകയാണെങ്കിൽ നീ എഴുന്നേക്കാൻ നോക്കണം. അപ്പൻ്റെ സ്നേഹത്തിലെ അസ്തമിക്കാത്ത സ്നേഹം, നിൻ്റെ ആത്മാവിലുള്ള അപ്പൻ്റെ അസ്തമിക്കാത്ത സ്നേഹത്തിൽ ആശ്രയിച്ചു കൊണ്ട് നീ എഴുന്നേൽക്കണം. അതല്ല പിന്നീട് എന്താ? ധൂർത്തപുത്രൻ നല്ലവരാണെന്ന് ഞാൻ പറയും. അവർ കുറേ ക്വാളിറ്റീസ് ഉണ്ട്. ഈ കാലഘട്ടത്തിൽ ഇല്ലാത്ത കുറേ ക്വാളിറ്റീസ് ഉണ്ട്. ഈ കാലഹരണപ്പെട്ടു പോയൊരു ക്വാളിറ്റീസ് ഉണ്ട്. ആത്മാവിൻ്റെ ഗുണങ്ങൾ മനുഷ്യരാശിയിൽ കാലഹരണപ്പെട്ടു പോയ ആത്മാവിൻ്റെ ഗുണങ്ങൾ ഉള്ളൊരു വ്യക്തിയാണ് അയാൾ. എന്താ അയാൾക്ക് ദുരഭിമാനമില്ല. ദുരഭിമാനം എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ഒരു മനുഷ്യനെ പിശാച് പൂർണ്ണമായി ആവേശിച്ച് കഴിയുമ്പോൾ, അടിമയാക്കി കഴിയുമ്പോൾ അവന് ഉണ്ടാകുന്ന ഒരു ബോധമാണ് ദുരഭിമാനം. ഇത് ജോസഫിൻ്റെ വേർഷനാണ്. നിങ്ങളെല്ലാതിൻ്റെ മുഴുവനായിട്ട് ഉൾക്കൊള്ളണമെന്നില്ല. എന്നാലും ഈ ദുരഭിമാനം ഭയങ്കരമാണ്. എന്താ കഴിഞ്ഞാൽ പണ്ട് ഇപ്പോൾ ചില ആൾക്കാർക്ക് 18 വയസ്സുണ്ടാകുമല്ലോ, 18, 17 ഒക്കെ ആകുമ്പോൾ അവരിങ്ങനെ ഒരു പഴുതാര മീശയൊക്കെ വെച്ച് ഒരു മുളുകാനൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് തോന്നുന്നു അവരാരോ ബുദ്ധിജീവിയാണെന്ന് തോന്നും. പിന്നെ ആൾക്കാരെന്നാ ചെയ്യണം? വ്യത്യസ്തനാകാൻ വേണ്ടി നോക്കും. ഇപ്പം എല്ലാവരും പള്ളിയിൽ പോകണം, ഞാൻ പള്ളിയിൽ പോകണില്ല, അപ്പം ഞാൻ വ്യത്യസ്തനായി. എന്തെല്ലാം കുതറത്തരമാണ് മനുഷ്യൻ ഈ വ്യത്യസ്തനാകാൻ വേണ്ടി കാണിക്കുന്നത്. അതുപോലെ ഒരു വാദമാണ് നിരീശ്വരവാദം. എല്ലാവരും വിശ്വസിക്കുമ്പോൾ, എല്ലാവരും ദൈവത്തെ വിശ്വസിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാൻ വ്യത്യസ്തനായി. എന്നിട്ട് ഈ ബുദ്ധിജീവികളെ പോലെ ഓരോരോ എവിടെയെങ്കിലും നിന്നൊക്കെ കേട്ട കാര്യങ്ങളൊക്കെ കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് മറ്റുള്ള ഇവൻ്റെ ഈ ഇരുട്ടിൻ്റെ കാലത്ത് ഇവൻ മറ്റുള്ളവരുടെ വിശ്വാസം കളഞ്ഞെടുക്കും. കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ വെറും ദൈവത്തെ കണ്ടിട്ടുണ്ടെന്നൊക്കെ ചോദിക്കും.
എൻ്റെ ദൈവപൈതലേ, ദൈവത്തെ കാണാതെ കർത്താവ് എന്താ പിരിയുമ്പോൾ പറയണത്? കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. എനിക്ക് ആ ഭാഗ്യം ഇല്ലാതെയായിപ്പോയി. ഞാൻ ഇന്ന് അമ്മയെ ഞാൻ നേരിട്ട് കണ്ടതല്ലേ. അപ്പോൾ ഞാൻ ഓർക്കും, ദൈവമേ, കണ്ടത് വലിയ അനുഗ്രഹമായിപ്പോയി. അതിൻ്റെ പേരിൽ അമ്മ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായി ഉടമ്പടി തന്നു. ലക്ഷക്കണക്കിന് മനുഷ്യർ കുടുംബത്തിൽ ജീവിത വിശുദ്ധീകരണവും സുവിശേഷ സാക്ഷ്യം സംഭവിച്ചു. പക്ഷേ എന്നാലും കാണുമ്പോൾ ഉണ്ടാകുമ്പോൾ ഒരു വിഷയം, ആ ഫസ്റ്റ് ലെവലുണ്ടല്ലോ, കാണാതെ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ പേരിൽ ജീവിക്കണ ഒരു കോടിക്കോടി തലമുറകളുണ്ട് ഇവിടെ. അവരൊക്കെ ഈശോ ബ്ലെസ് ചെയ്തിട്ടുണ്ട്. അവസാനം അവരെ ബ്ലെസ് ചെയ്തിട്ടുകൊണ്ടാണ് അവൻ സ്വർഗാരോഹണം ചെയ്യണത്. വീണ്ടും വരുമ്പോൾ കാണാമെന്നും പറഞ്ഞു. അത് വല്ലാത്ത പറച്ചിലാണത്. അവനെ അവസാനം ഈശോ ബ്ലെസ് ചെയ്യണത് ആരെയാണ് ബ്ലെസ് ചെയ്യണത്? കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നും പറഞ്ഞ് അവൻ മറഞ്ഞു പോകുമ്പോൾ അവൻ്റെ മനസ്സിലുള്ള എന്താണ്? കാണാതെ വിശ്വസിക്കുന്നവർക്കെല്ലാം ഞാൻ വീണ്ടും വരുമ്പോൾ കാണാമെന്നും പറഞ്ഞ പോണത്. അപ്പം ആ ഒരു ചിലർ ഈ കാണാതെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വരണമെന്നാണ് ഈശോ അവസാനം പറഞ്ഞത്. പക്ഷേ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഈ വിശ്വാസം ഇല്ല എന്നും പറഞ്ഞുകൊണ്ട്, വിശ്വാസം ഉള്ളിലുണ്ടാവും, പക്ഷേ താൻ വ്യത്യസ്തനാകാൻ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ വിശ്വാസം തള്ളിപ്പറയും. പിന്നെ കച്ചവടക്കാരും വിശ്വാസം തള്ളിപ്പറയും. ഓട്ടോറിക്ഷക്കാരും ചില ആൾക്കാർ എല്ലാ ദൈവങ്ങളെയും വെച്ചേക്കല്ലേ. ഏത് ദൈവങ്ങളായാലും കുഴപ്പമില്ല, എൻ്റെ വണ്ടിയൊക്കെ അറിയാൻ മതി എന്നുള്ള അത് കച്ചവടമാണത്. അതുപോലെ തന്നെ എല്ലാവരുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും. ഇപ്പം സിനിമാറന്മാരും പാട്ടുകാരും ഒക്കെ ദൈവത്തെ തള്ളിപ്പറയുന്നവരുണ്ട്. എന്നിട്ട് എല്ലാ ഡയറക്ടേഴ്സ് എവിടെ നിന്നാണ് കൂടുതൽ പൈസ കിട്ടുന്നത് അവരേക്ക് ചാഞ്ഞ് നിൽക്കും. കച്ചവടമാണ്. കച്ചവടം ചെയ്യുന്നവരുടെ പ്രലോഭനം എന്ന് പറഞ്ഞാൽ നിസ്സാര പ്രലോഭനമൊന്നും അല്ലത്. തങ്ങളുടെ മറ്റുള്ള പൊതുജനങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങളും സ്വീകാര്യമാകാൻ വേണ്ടിയും അതിൻ്റെ ലാഭവിഹിതം കിട്ടാൻ വേണ്ടിയും ദൈവത്തെ തള്ളിപ്പറയുന്ന ആൾക്കാരുണ്ട്. അത് അവന്മാർ പറയുന്ന അവന്മാരുടെ കച്ചവട താല്പര്യങ്ങൾ പറയുന്നത് കേട്ടിട്ട് ദൈവത്തിൽ നിന്ന് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പോയി കഴിഞ്ഞ് ചില ആൾക്കൊക്കെ തിരിച്ചു വരാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? തങ്ങൾ തള്ളിപ്പറഞ്ഞതല്ലേ ഇനി തിരിച്ചു വരുമ്പോൾ നാട്ടുകാർ ചോദിക്കത്തില്ലേ, എടാ ഞങ്ങൾ അന്നേ നിന്നോട് പറഞ്ഞില്ലടാ, ഇപ്പം നാണം കെട്ട് നീ തിരിച്ചു വരേണ്ടി വന്നില്ലേ എന്ന് പറയുമ്പോൾ അവർ ക്ഷീണം. അതിനെന്ത് അവൻ ദുരഭിമാനം കൊണ്ട് ചൂണ്ട ഈ ദുരഭിമാനി എന്ന് പറഞ്ഞാൽ ചൂണ്ടയെ പിടിച്ച മീനിനെ പോലെയാണ്. ചൂണ്ട കൊളുത്ത് ദുരഭിമാനം ചൂണ്ടയാണ്. അതാ അവനെയും കൊണ്ട് പോകത്തുള്ളൂ. ചില ആൾക്കാർ പണ്ട് ഇടവപ്പള്ളി കയറത്തില്ല, അവിടെ ഈശ്വരവാദിയായിട്ട് അഭിനയിക്കും. പക്ഷേ ഉള്ളിൽ വിശ്വാസമുള്ളതുകൊണ്ട് വേറെ പള്ളികളിൽ പോയി കയറും. എല്ലാം ദുരഭിമാനത്തിൻ്റെ വിഷയമാണ്. ചില പ്രഖ്യാപിത നിരീശ്വരവാദികൾ ഭർത്താവ് പള്ളിയിലൊക്കെ കല്യാണമൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യ രാത്രി ഭാര്യ പറയും, പിന്നെ എന്നെ പഠിപ്പിക്കാനും പ്രാർത്ഥിപ്പിക്കാനും വരണ്ട, ഞാൻ ആ സൈസല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇവൻ പോക്കരായിട്ട് ജീവിക്കും, അതിൽ നീ എന്നെ ഉപദേശിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഒരു സ്വന്തം നിലപാടെടുക്കുന്നതാണ്. കുടുംബം കലക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. പക്ഷെ വിശ്വാസിയായ ഭാര്യയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് നല്ല വിശ്വാസ കരളുറപ്പുണ്ടെങ്കിൽ അവൻ്റെ അഭ്യാസമൊന്നും നടക്കത്തില്ല. അവളും പ്രാർത്ഥിച്ചും പരിശീലിപ്പിച്ചും പതുക്കെ കൊണ്ടുവരും. അത് ഓരോ കുടുംബങ്ങളിലൊക്കെ നിൽക്കുന്ന വിശ്വാസം എങ്ങനെയാണ്? അവിടുത്തെ അമ്മമാരുടെ വിശ്വാസമാണത് പിടിച്ചു നിർത്തുന്നത് ആ കുടുംബത്തെ. പക്ഷേ ഈ ധൂർത്തപ്പത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇവന് ദുരഭിമാനം ഇല്ലെന്നുള്ളതാണ്. എൻ്റെ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്തു. ഞാനോ എന്ന് പറഞ്ഞില്ല, ഞാനോ ഇത് കേൾക്കാൻ തന്നെ എന്ത് രസമാണ്. ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു, എൻ്റെ അവസ്ഥ എന്താണ്? ഇതാണ് എൻ്റെ പ്രാർത്ഥിക്കാനുള്ള ചൈതന്യവും പോയി, വിശ്വാസവും പോയി, ദൈവവും പോയി. എനിക്കിനി എന്തെങ്കിലും ആപത്ത് വന്നാലും പറയാൻ പോലും ആരില്ലാതെ. അപ്പം ഞാനോ അതാണ് അർത്ഥം, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും, എന്നിട്ട് ഞാൻ പറയുമെന്നൊക്കെ പറഞ്ഞില്ലേ, ഏറ്റുപറച്ചിൽ കണ്ടില്ലേ. അപ്പോൾ ദുരഭിമാനം ഏതെങ്കിലും കാര്യത്തിലുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നീ ദൈവത്തിൽ നിന്ന് അകന്നും പ്രാർത്ഥിക്കാതെ, പണ്ട് പ്രാർത്ഥിച്ചിട്ടില്ല, ഈ കഴിഞ്ഞ ഇടവരെ പ്രാർത്ഥിച്ചിട്ടില്ല, ഇനി പ്രാർത്ഥിക്കത്തുമില്ല, ഞാനിനി പ്രാർത്ഥിച്ച അമ്മയെ ചോദിക്കത്തില്ലേ, എടാ ഞാൻ നിന്നോട് അപ്പയെ പറഞ്ഞില്ലടാ എന്ന് ചോദിക്കില്ല. അതുകൊണ്ടാണ് ഈശോ പറയണത് എന്താണെന്നറിയാമോ? എന്നിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ കളിയാക്കാതിരിക്കാൻ വേണ്ടി രഹസ്യമായിട്ട് വിശ്വാസം കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. രഹസ്യ വിശ്വാസങ്ങളൊന്നും സ്വീകാര്യമല്ല മോനെ. എന്താ കാര്യം അറിയാമോ? ഈ രഹസ്യ വിശ്വാസക്കാർ കാപട്യ വിശ്വാസക്കാരാണെന്നുള്ളത് ദൈവത്തെ അറിയാവുന്നതുകൊണ്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയാൻ ഉദ്ദേശിക്കുന്നവൻ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയണം, അപ്പോൾ എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയും. അപ്പം രഹസ്യ വിശ്വാസം
ദുരഭിമാനം മൂലമാണ് നീ രഹസ്യവിശ്വാസം ആചരിക്കണം എന്ന് ഓർക്കണം. ഈ നോൻപ് കാലം എല്ലാ ദുരഭിമാനവും വിട്ടിട്ട് ദൈവത്തെങ്കിലേക്ക് ദൂർത്തപുത്രം തിരിച്ചു വന്നിട്ട് അവൻ്റെ ആശ്രയത്തിൽ മുഴുകേണ്ട ഒരു കാലമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും. എൻ്റെ ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഇങ്ങനെ ഒരു മാതാവിൻ്റെ ഈശോയുടെ നടുക്ക് നിന്ന് സാക്ഷ്യം പറയണം എന്നുള്ളത്. ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ ആഗ്രഹിക്കാറുണ്ട് എനിക്കിതുപോലെ സാക്ഷ്യം പറയാൻ കയറി നിൽക്കാം, എനിക്കൊരു അവസരം തന്നെയെന്ന്. അതിനായിട്ട് എനിക്കൊരു ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ജീവിതം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ 2023 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ പേര് രഞ്ജിത. ഞാൻ വല്ലാർപാടം പനമ്പുകാട് നിന്നാണ് വരുന്നത്. 2023 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ആ 2023 അഖണ്ഡ ജപമാല റാലിക്ക് ഞാൻ പങ്കെടുത്ത സമയത്ത് എനിക്ക് അന്നൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, നടന്നിട്ട് അത്രയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഒട്ടും എഴുന്നേക്കാൻ വയ്യായിരുന്നു. ഹസ്ബൻഡും അത് വലിയ കാര്യമാക്കിയില്ല. സാധാരണ ഒരു രീതിയിൽ എപ്പോഴും അസുഖം വന്ന് പോണ പോലത്തെ രീതിയിലാണ് എടുത്തത്. പക്ഷേ എനിക്കത് കൈയും കാലും ഒക്കെ ഒന്നും അനക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വീട്ടിലുള്ള അടുത്തുള്ള ആൻറ്റിമാരൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി റാലിക്ക് പോയി പങ്കെടുത്തുകൊണ്ടിട്ട് ഇനി എന്തെങ്കിലും ശാരീരിക വൈകാരിക ഇത്രയും കിലോമീറ്ററൊക്കെ നടന്നതല്ല, അതിൻ്റെ ബുദ്ധിമുട്ടായിക്കോളെം എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്കെന്തോ ഒട്ടും സാധാരണ വന്നു പോണ പോലത്തെ ഒരു ഫീലല്ല ഉണ്ടായത്. ഉച്ചയായപ്പോൾ എൻ്റെ അമ്മ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സൗണ്ട് കേട്ടിട്ട് പറഞ്ഞു അവൾക്കൊട്ടും വയ്യെന്ന് തോന്നാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എടവനക്കാട് ശ്രേയസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എൻ്റെ വീട് അവിടെയാണ്. അപ്പോൾ അച്ഛനും അമ്മയും അവിടെ വരാമെന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ അവസ്ഥ ആകെ അവശതയായിരുന്നു. എന്ന് വെച്ചാൽ ശരീരമൊക്കെ വീർത്ത് നാവൊക്കെ ഇറങ്ങിപ്പോയൊരവസ്ഥ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എന്നെ കണ്ടപാടെ എൻ്റെ അമ്മ എന്നെ കരച്ചിലായിരുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ എത്തി, എന്താ പറ്റിയെന്നൊന്നും അറിയില്ല. ഞാൻ ആകെ അവിടെ എനിക്ക് ഓർമ്മയുണ്ടെങ്കിലും ഞാൻ പറഞ്ഞൊരു കാര്യം, എൻ്റെ മാതാവേ എനിക്ക് എത്ര വലിയ ഒരു അസുഖം വരുത്തിയാലും എനിക്കൊരു പ്രശ്നമില്ല, പക്ഷേ എൻ്റെ അമ്മയുടെ അടുക്ക വന്നിട്ട് എൻ്റെ ശരീരത്തിന് വയ്യാതായ ഇതെനിക്ക് കേൾക്കാൻ ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിറ്റായി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഡെങ്കു പോസിറ്റീവാണെന്ന് പറഞ്ഞ് തല പോലും നേരെ നോക്കി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എനിക്കെന്തോ ഭയങ്കര എന്താ പറയാന്നില്ല, ആത്മാതെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ വന്നിട്ട് എന്നോട് ചോദിച്ചു ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കണോ അല്ലെങ്കിൽ പുറത്തെ വേറെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ഇവിടെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി, എനിക്ക് പോകാനുള്ളൊരു ആരോഗ്യസ്ഥിതി ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ സിസ്റ്റർ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു അമ്മേ എനിക്ക് അമ്മേനെ ഒന്ന് കാണണം, അല്ലെങ്കിൽ അമ്മേൻ്റെ അടുത്തൊന്ന് വരണം. എനിക്ക് ഒട്ടും എഴുന്നേക്കാനോ നടക്കാനോ എനിക്ക് ആരും എൻ്റെ കൊച്ചിനെ പോലും എനിക്ക് നോക്കാനുള്ളൊരു സിറ്റുവേഷൻ ഇത് കിട്ടുന്നില്ല. കണ്ണിന് പോലും കണ്ണൊക്കെ ഭയങ്കര പെയിൻ എടുത്ത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഹസ്ബൻഡാണ് കൂടെ ഉണ്ടായിരുന്നത്. ഹസ്ബൻഡ് എൻ്റെ വീട്ടിലേക്ക് പോയി, എൻ്റെ അച്ഛനാണ് പിന്നെ കൂടെ വന്നു നിന്നത്. അന്ന് രാവിലെ ശരിക്കും പറഞ്ഞാൽ ഈ കടയിലൊക്കെ പോലും മുല്ലപ്പൂവിൻ്റെ മണം, ആ ഒരു മണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കടയിലൊന്നും കിട്ടൂല ആ മണം. അമ്മാതിരെ നല്ലൊരു മണമായിരുന്നു. ഞാനപ്പോൾ ഒറ്റയ്ക്ക് അനുഭവിച്ചെങ്കിൽ അത് എൻ്റെ ഒരു തോന്നലാണെന്ന് വിചാരിക്കാം. പക്ഷേ ഇതെൻ്റെ അച്ഛനും കൂടെ ഉണ്ടായിരുന്നു. അച്ഛനും കിട്ടിയ ആ സുഗന്ധാഭിഷേകം. പിന്നെ സിസ്റ്റർ വന്നപ്പോൾ ഞാൻ സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചു, സിസ്റ്ററെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, ഇനി ഇവിടെ ആരെങ്കിലും വല്ല മുല്ലപ്പൂ എന്തെങ്കിലും വാങ്ങിച്ചോ എന്ന് ചോദിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇവിടെ ആരും മേടിക്കാനാണ് മോളെ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഞാൻ അമ്മയുടെ അടുത്ത് ഇങ്ങനെ തലേന്ന് ദിവസം ഞാനിങ്ങനെ അപേക്ഷിച്ച് എൻ്റെ അടുത്തൊന്ന് വന്നേന്ന്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു നിൻ്റെ പ്രാർത്ഥന അമ്മ കേട്ട് നിന്നെ കാണാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. അതോടുകൂടി എനിക്ക് ശരീരത്തിലുണ്ടായിരുന്ന മാറ്റങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ എനിക്കൊരു ആ ആരോഗ്യസ്ഥിതിയിൽ നിന്ന് കുറച്ചും കൂടി ബെറ്റർ ആയ പോലെ, ഭയങ്കര ഡൗൺ ആയിട്ടുള്ളൊരവസ്ഥയായിരുന്നു. റിസൾട്ടിലൊക്കെ ഓക്കെയാണ്, കൗണ്ട് സാധാരണ ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. മാതാവിന് ഈശോയ്ക്കും നന്ദി പറയുന്നു. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഡിസംബർ 1-ാം തീയതി എൻ്റെ 9ാമത്തെ പുതുക്കലായിരുന്നു. 1-ാം തീയതി ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്ന് പത്രമെല്ലാം വാങ്ങിച്ച് ഞാനിവിടെ ഫ്രണ്ടിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്ന പോലെ എനിക്കൊരു വീട്, അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട്, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്, എനിക്ക് സ്വന്തമായിട്ടൊരു പാർലർ വേണമെന്ന്. പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ തള്ളി വിടുന്ന പോലെ ഇങ്ങനെ ഒരു ഇത് വേണമെന്ന്.
അപ്പം ഞാനിവിടെ നിന്ന് അമ്മേനോട് പറഞ്ഞു, എന്താ എനിക്കറിയില്ല ഇങ്ങനെ ഉള്ളിൽ നിന്ന് പറയണത്, അമ്മ എനിക്കത് സാധിച്ചു തരുവാണെങ്കിൽ എനിക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് അമ്മയുടെ ഈശോയുടെ ഒരു രൂപം വേണം, അതിൻ്റെ നേരെ ഒരു ചെറിയ സോഫ സെറ്റും, എനിക്ക് അമ്മയുടെ ഈശോനെ നോക്കി പ്രാർത്ഥിക്കണം, എപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം. നേരത്തെ വർക്ക് ചെയ്തിരുന്ന സ്ഥലങ്ങളിലെല്ലാം എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു അവസരമുണ്ട് എന്ന് വെച്ചാൽ കസ്റ്റമർ ഇല്ലാത്ത നേരത്താണെങ്കിൽ, പോണ സമയത്ത് ബസ്സിലാണെങ്കിൽ കൊന്ത ചൊല്ലാൻ, ബൈബിളൊക്കെ പാർലറിൽ ചെന്നിട്ട് വായിക്കാനുള്ള അവസരമൊക്കെ എനിക്ക് അവിടെ ഉണ്ട്. പക്ഷെ എന്നാലും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്കിത് വേണം വേണം എന്ന്. അങ്ങനെ ഡിസംബർ 1-ാം തീയതി ഞാൻ ഉടമ്പടിയിലും നിയോഗം വെച്ച്, അമ്മ എനിക്ക് വീട് വേണ്ട, ശരിക്കും അതിൻ്റെ ആവശ്യമില്ല, പക്ഷേ വീട് ഒരു പാർലർ എനിക്ക് 2-ൽ-1 വേണം അമ്മയെന്നും പറഞ്ഞ് നിയോഗം വെച്ച് 4-ാം തീയതി ഞാൻ വർക്കിന് പോണ സമയത്ത് വല്ലാർപാടം ജംഗ്ഷനിൽ തന്നെയിട്ട് ഞാൻ ഓട്ടോയ്ക്കാണ് പോയത്. ആ സമയത്ത് ഞാൻ വെറുതെ എന്നെ ആരോ എൻ്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പോണ പോലത്തെ ഒരു ഫീലാണ് ഉണ്ടായത്. വല്ലാർപാടം ജംഗ്ഷനിൽ ഇറങ്ങി അവിടെ ഒരു ബേക്കറി ഉണ്ട്, ഗുഡ് ബിൽ ബേക്കറി. അവിടുത്തെ ചേട്ടനായിട്ട് ഞാൻ ഇടയ്ക്ക് സംസാരിക്കും, ഇങ്ങനെ ഷോപ്പിൻ്റെ കാര്യമൊക്കെ എവിടെയെങ്കിലും വരണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ചേട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു തലേന്ന് ദിവസം. ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ വിളിച്ച് നോക്കിയതാണ് വല്ല ഷോപ്പ് ഒഴിഞ്ഞ് കിടപ്പുണ്ടോ എന്നുള്ളത്. അപ്പോൾ താഴെ എല്ലാം ഫില്ലാണ്, മേളിൽ ഒരെണ്ണമുണ്ട്, ചേച്ചി വന്ന് നോക്കണട്ടാന്ന് പറഞ്ഞു. ഞാൻ പക്ഷെ നോക്കാൻ കണക്കാക്കിയല്ല പോയത്. ആ സമയത്ത് ആ ഓട്ടോയിൽ കയറി പോകാൻ തോന്നിയതെന്ന് എനിക്കറിയില്ല. സാധാരണ ഞാൻ ബസ്സിന് പോയി കഴിഞ്ഞാൽ ഹൈക്കോർട്ടിൽ പോയി ഇറങ്ങാറാണ് പതിവ്. അന്നത്തെ ദിവസം ഓട്ടോയിൽ പോയി അവിടെ ഇറങ്ങി. അപ്പം ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ ഒന്ന് വെയിറ്റ് ചെയ്യണം, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ചെല്ലുമ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ആ ബിൽഡിംഗ് ഓണർ അങ്ങനെ വരാത്ത ആളാണ്. ആ ബിൽഡിംഗ് ഓണർ അവിടെ ഉണ്ട്. ഞാൻ ഡയറക്റ്റ് ചെന്ന് അയാളുടെ അടുത്താണ് സംസാരിക്കുന്നത്, ചേട്ടാ ഇവിടെ താഴെ വല്ല ഷോപ്പ് വല്ല റെൻറ്റിന് കൊടുക്കുന്നുണ്ടാന്ന് വെച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ചേച്ചിക്ക് എന്തിനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ പാർലർ തുടങ്ങാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. അന്ന് ഇവിടെ ഇല്ല, മേളിലേക്ക് വാ, മേളിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ 380 സ്ക്വയർ ഫീറ്റിലെ ഒരു റൂമാണ് കാണുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കണ്ടപ്പോൾ ഇതെനിക്ക് പറ്റുമോ, ഇത്രയും വലുതല്ലല്ലോ ഞാൻ ആഗ്രഹിച്ചത്, ഞാനൊരു ചെറിയ ഇതല്ല ആഗ്രഹിച്ചത്. അതുകൂടാതെ തന്നെ ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞില്ലേ, പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനിവിടെ നിന്ന് ഒരു പുതിയ ബൈബിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബൈബിൾ വാങ്ങിച്ചിട്ട് ഞാനിവിടെ അമ്മേനോട് ഞാൻ പറഞ്ഞായിരുന്നു, അമ്മേ ഞാനിത് ഇവിടെ വെച്ച് തുറക്കാൻ പോവാം, എൻ്റെ ജീവിതത്തിനെ സാദൃശ്യപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് എനിക്ക് തരണേന്ന്. ഞാനിവിടെ നിന്ന് തുറന്നപ്പോൾ എസഹ്യ 40-41 പേജാണ് എനിക്ക് കിട്ടിയത്. അതിനകത്ത് ഈശോയ്ക്ക് ഒരു ദേവാലയം പണിയണ ഒരു കാര്യം പറഞ്ഞേക്കണത്. അത് ചെറുതല്ല, വലിയ രീതിയിൽ പണിയണ കാര്യമോ. ഞാനിവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ അവിടെ ചെന്ന് ഷോപ്പ് നോക്കുമ്പോൾ ഇത്രയൊരു 380 സ്ക്വയർ ഫീറ്റിലെ ഒരു ഷോപ്പ് ഇടണം എന്നാ, അത് എനിക്ക് കിട്ടുമെന്ന് ഒട്ടും ആഗ്രഹിച്ചിരുന്നതല്ല. അവിടെ ചെന്ന് ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ഒരു ഷോപ്പ് കിട്ടിയിട്ടുണ്ട്, ഓണറും ഇവിടെ ഉണ്ട്, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ടോക്കൺ കൊടുത്തിട്ടോന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് കണ്ട് പിറ്റേന്ന് ദിവസം ടോക്കൺ കൊടുത്ത്, അതിൻ്റെ പിറ്റേന്ന് ദിവസം ഞാൻ അവിടെ ചെന്ന് എല്ലാ 4 മൂലക്കയിലും ഞാൻ ചെന്ന് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈല ആ 4 ഭിത്തികളിലും ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബിൽഡിങ്ങിൻ്റെ കോൺട്രാക്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ സീരിയൽ സിനിമയിലെ പ്രൊഡ്യൂസർക്കാണ് ഞാൻ കോൺട്രാക്റ്റ് കൊടുക്കുന്നത്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് വഴിയായിട്ട് കിട്ടിയതാണ്. 1-ാം തീയതി ഉടമ്പടി എടുത്തു, 4-ാം തീയതി എനിക്ക് കട കിട്ടി, 5-ാം തീയതി പ്രൊഡ്യൂസർ വന്ന് നോക്കി, 6-ാം തീയതി ബിൽഡിങ്ങിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തു. 1 രൂപ പോലും 1000 രൂപ പോലും മാറ്റി വയ്ക്കാതെയാണ് ആ ഷോപ്പിൻ്റെ പണി തുടങ്ങുന്നത്. ഡിസംബർ 6-ാം തീയതി തുടങ്ങി, ജാനുവരി 16-ാം തീയതി എൻ്റെ കടയുടെ പണി മുഴുവനും കഴിഞ്ഞ് 18-ാം തീയതി ഇനോഗ്രേഷൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ശരിക്കും കിട്ടുമെന്ന് പോലും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് എനിക്ക് സാധിച്ചത്. ഞാനൊരു ചെറിയ കാര്യം ചോദിച്ചപ്പോൾ അമ്മ എനിക്കൊരു വലിയ കാര്യമാണ് തന്നത്. ശരിക്കും പറഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരാൾക്കും എൻ്റെ കൂടെ ഉള്ളവർക്കും എൻ്റെ ഏജിലുള്ളവർക്കാണെങ്കിൽ പോലും എൻ്റെ കൂടെ പഠിച്ചവർക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ജോലി, ടീച്ചേഴ്സും നേഴ്സിങ്ങും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കണ അവസ്ഥയായിരുന്നു. എനിക്കൊന്നും ആവാൻ പറ്റില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ മാതാവ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു. ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ് അന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷെ ആ ഷോപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ പണി കഴിഞ്ഞപ്പോൾ ഇത് എന്നെ കൊണ്ട് സാധിച്ചതാണ്. ഇതെന്താ പറ്റിയത്? 1000 രൂപ പോലും എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നിന്ന് ഇന്ന് ഞാൻ ആ ഷോപ്പിന് മുടക്കിയത് ഒരു 10 ലക്ഷം രൂപയാണ് മുടക്കിയിരിക്കുന്നത്. കണക്ക് കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ശരിക്കും അന്തം വിട്ടു പോയി. ഇതെന്താ സംഭവിച്ചത്, എങ്ങനെ വന്നു? ഫാമിലിയിലുള്ളവരെല്ലാവരും ഹെൽപ്പ് ചെയ്തു. ഇനോഗ്രേഷൻ വന്ന സമയത്ത് എല്ലാവരും ചോദിച്ചു ഇതെങ്ങനെയാന്ന്. എൻ്റെ ഫാമിലിയിലുള്ളവർക്കറിയാം ഞാനിങ്ങനെ കൃപാസനത്തിൽ പോകുന്നുണ്ട്, മാതാവിൽ വിശ്വസിക്കുന്നവളാണ്, ഈശോയിൽ വിശ്വസിക്കുന്നവളാണ്. അവളുടെ ഭക്തി കണ്ടിട്ട് ഞാനൊരു ഹിന്ദുവും കൂടെയാണ്. കുറേ പേര് എനിക്ക് എതിർപ്പുകളായിട്ട് വരുന്നുണ്ട്, എന്തിനാ അവിടെ പോണത്, നമ്മുടെ ഇത് മതി. എന്നെ ഇന്നിവിടെ ഈ ഉയർത്തി ഈ ആൾത്താരയിൽ നിർത്തിയിരിക്കുന്നത് എൻ്റെ മാതാവും ഈശോയാണ്.
കാരുണ്യ പ്രവർത്തിക്കായിട്ട് ഞങ്ങൾ കൃപാമരിയ എന്നൊരു കൂട്ടായ്മയുണ്ട് വല്ലാർപാടത്ത്. അതിലൊരു 10-30ഓളം പേരുണ്ട്. ഇവിടുന്ന് അഖണ്ഡ ജപമാല വാങ്ങിച്ചിട്ട് ഞങ്ങൾ എല്ലാ മാസവും അത് മുടങ്ങാതെ ചൊല്ലും. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച പൊതിച്ചോറും രണ്ടാമത്തെ ഞായറാഴ്ച ജീവകാരുണ്യ പ്രവർത്തിക്കായിട്ട് രോഗാവസ്ഥയിൽ കഴിയുന്ന പേഷ്യൻസിനൊക്കെ പൈസ കൊടുക്കും. പിന്നെ അത്യാവശ്യം നമ്മൾ പുറത്ത് പോണ സമയത്ത് എന്നാൽ കഴിയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യും. കൂടുതലും ഈ ഉടമ്പടിയെ കുറിച്ച് അറിയാൻ സാധിച്ചത് ധ്യാനത്തിലൂടെയാണ്. എടുത്തു പറയേണ്ട ഒന്നാണ് നമ്മുടെ ജോസഫ് അച്ഛനിലൂടെയാണ് കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും അമ്മയോട് ഈശോയോട് എങ്ങനെ പ്രാർത്ഥിക്കാം എന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയത്. എല്ലാവരും ഉടമ്പടിയിൽ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഉടമ്പടിയിൽ വിശ്വസിക്കുക, മാതാവിനെ വിശ്വസിക്കുക, ഈശോയെ വിശ്വസിക്കുക. ചോദിച്ചാൽ എന്തും തരുന്ന ഒരു അമ്മയുണ്ട്. ഇന്ന് ഞാൻ അഹങ്കാരത്തോടുകൂടി ആരുടെ മുമ്പിൽ വേണമെങ്കിൽ ഞാൻ പറയും, ഞാൻ ഇന്നിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും മാതാവ് ഉയർത്തും. ചോദിച്ചാൽ എന്തും തരുന്ന ഒരു അമ്മയും ഈശോയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കാലത്തും വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനും ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി. തന്നെ ഈ ആൾത്താരിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്കൊരു അവസരം നൽകിയ കൃപാസന മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഡെൽന. ഞാൻ കൃപാസനത്തിൽ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2023 ഞാൻ ഒരു നേഴ്സാണ്. 2021 ഞാൻ പാസ് ഔട്ടായത്. അതിനുശേഷം എല്ലാവരും പോലെ തന്നെ എനിക്ക് പുറത്തേക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ കുറേ അതിനുവേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. OET, IELTS, കുവൈറ്റ് പ്രോമെട്രിക്ക് കുറേ എക്സാം ഞാൻ എഴുതി. എല്ലാ എക്സാമിനും ഞാൻ ഫെയിലായി. നേഴ്സിംഗ് വരെ ഞാൻ ഒറ്റ എക്സാമിനും അങ്ങനെ ഫെയിൽ ആവാറില്ലായിരുന്നു. പക്ഷേ നേഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരൊറ്റ എക്സാമിനും പാസ്സായിട്ടില്ല. ഞാൻ എല്ലാത്തിനും ഫെയിലായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ആകെ ഡിപ്രഷനിലായി. ഇങ്ങനെ ഫെയിലായപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മമ്മി പറഞ്ഞത്, കൃപാസനത്തിൽ വന്ന് നീ ഒരു ഉടമ്പടി എടുക്കുക, അപ്പം നിനക്ക് ഇതിന് റിസൾട്ട് കിട്ടുമെന്ന്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ പോയി. പക്ഷേ എന്നാലും എനിക്ക് അധികം അങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും ആ ടൈമിൽ പറ്റിയില്ലായിരുന്നു. പിന്നെയും എനിക്ക് എന്നും തോൽവി തന്നെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഉടമ്പടി പാലിച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ച് എനിക്ക് എപ്പോഴും ഡിപ്രഷനൊക്കെ വരുമ്പോൾ ഞാൻ ബൈബിൾ എടുത്ത് വായിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ പണ്ടൊന്നും അങ്ങനെ ബൈബിൾ വായിക്കില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു സ്റ്റേജ് വന്നപ്പോഴത്തേനും ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ദൈവവുമായി ഒരു ആത്മീയ ബന്ധം വരാൻ തുടങ്ങി. പിന്നെ എനിക്ക് സ്വന്തമായി തന്നെ പ്രാർത്ഥിക്കണം, പള്ളിയിൽ പോകണം എന്നൊക്കെ എനിക്ക് സ്വയം തോന്നാൻ തുടങ്ങി. ഞാനങ്ങനെ പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങി. പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ സൗദി നോക്കി. ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയതിന് ശേഷമായിരുന്നു ഞാൻ സൗദിയുടെ എക്സാം എഴുതാൻ വേണ്ടി പോയത്. ഞാൻ പ്രാർത്ഥിച്ചു, അതുപോലെ തന്നെ ഞാൻ പഠിച്ചു. എക്സാം ഹോളിൽ പോകുമ്പോൾ ഞാൻ നമ്മുടെ ഉടമ്പടി ലോക്കറ്റും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിന് മുന്നത്തെ ഒരൊറ്റ എക്സാമിന് ഞാൻ ഉടമ്പടി ലോക്കറ്റൊന്നും കൊണ്ടുപോയി എക്സാം എഴുതിയിട്ടില്ല. ഞാൻ ഈ പരീക്ഷയ്ക്ക് ഉടമ്പടി ലോക്കറ്റ് എൻ്റെ കഴുത്തിലിടുകയും ഉപ്പ് ഞാൻ കയ്യിലെടുക്കുകയും ചെയ്തു. ഞാൻ എക്സാം ഹോളിൽ ചെന്നിരുന്നു. ആദ്യമായിട്ട് ഒരു പരീക്ഷ നേഴ്സിംഗ് പാസ്സായതിനു ശേഷം എനിക്ക് അറിയാവുന്ന ഒരു ചോദ്യമെങ്കിലും കാണുന്നത്. ഈ പ്രാവശ്യം വന്ന എല്ലാ ക്വസ്റ്റ്യനും എനിക്ക് അറിയാവുന്നത് തന്നെയായിരുന്നു. ഞാൻ തലേ ദിവസവും അതിൻ്റെ മുന്നത്തെ ദിവസവുമായിട്ട് നോക്കിയ ക്വസ്റ്റ്യൻസ് മാത്രമാണ് എനിക്ക് എക്സാമിന് വന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നി. ആ മാതാവാണോ വന്നതെന്ന് ക്വസ്റ്റ്യൻ ഇട്ടേന്ന് വരെ എനിക്ക് തോന്നി. കാരണം ഞാൻ ഇതിനു മുന്നേ എഴുതിയ ഒറ്റ പരീക്ഷയിൽ എനിക്ക് ഒറ്റ ചോദ്യത്തിന് പോലും ഉത്തരം അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എക്സാം കഴിഞ്ഞ് ഇറങ്ങി ഞാൻ പറഞ്ഞു, മമ്മിയോട് പറഞ്ഞു ഇങ്ങനെ എക്സാം എനിക്ക് ഈസി ആയിരുന്നു എന്ന്. പക്ഷേ മമ്മി പറഞ്ഞു നീ ഇങ്ങനെയൊന്നും പറയണ്ട, എന്തായാലും എല്ലാ പരീക്ഷയ്ക്കും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ പറയണേന്ന് പറഞ്ഞു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ മാതാവ് എനിക്ക് എക്സാമിന് പാസ്സാക്കി തന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വലിയൊരു അത്ഭുതമായി തന്നെയാണ് അത് തോന്നിയത്. അതിനുശേഷം ഞാനൊരു ഇൻ്റർവ്യൂവിന് വേണ്ടി കുറേ അലഞ്ഞ് നടന്നു. എല്ലാ സ്ഥലത്തും ഞാൻ പോകുമായിരുന്നു. ഒരു 10-15 കൂടുതൽ ഇൻ്റർവ്യൂ എങ്കിലും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് തന്നെ. പക്ഷെ ഒറ്റ ഇൻ്റർവ്യൂവിനും സെലക്ഷൻ കിട്ടില്ലായിരുന്നു. കുറേ ഒരുങ്ങി കെട്ടി പോകും, പക്ഷെ ഒന്നിനും കിട്ടിയില്ല. എന്നും വന്നിരിക്കും ഡിപ്രഷനായിട്ട്. അവസാനം ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, ദൈവത്തിന് എന്താണോ ആഗ്രഹം, എന്നിൽ എന്താണോ നിറവേറണം എന്ന് ആഗ്രഹം, അത് നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഏജൻസി തന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. പക്ഷെ ഞാൻ മനഃപൂർവ്വം അത് വേണ്ടെന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ വേണ്ടെന്ന് വെച്ചു. പക്ഷേ എന്താണെന്നറിയില്ല, ടൈമായപ്പം ദൈവം എന്നെ കറക്റ്റ് അവിടെ എത്തിച്ചു. ഞാൻ ഉടമ്പടി ലോകത്തുമായിട്ടായിരുന്നു പോയത്. ഒറ്റ ഇൻ്റർവ്യൂവിന് സത്യമായിട്ട് എനിക്ക് ഒറ്റ ഉത്തരം പോലും അറിയാൻ പറ്റൂലായിരിക്കും. പക്ഷേ എനിക്ക് എന്നാൽ എല്ലാം അറിയുകയൊക്കെ ചെയ്യായിരിക്കും. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂവിന് അത് പറയാൻ പറ്റൂലായിരിക്കും. അങ്ങനെയായിരുന്നു എനിക്ക് ഇത്രയും നാൾ സംഭവിച്ചുകൊണ്ടെന്ന് വെച്ചാൽ. പക്ഷേ ആദ്യമായിട്ടൊരു ഇൻ്റർവ്യൂവിന് എനിക്ക് മര്യാദയ്ക്കൊന്ന് ചിരിച്ച് ഉത്തരങ്ങളൊക്കെ തിരിച്ച് പറയാൻ പറ്റി. എനിക്കന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ജാനുവരി 18 ആകുമ്പോഴത്തേന് ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരുവുള്ളൂ എന്നായിരുന്നു അവർ പറഞ്ഞത്.
18-ാം തീയതിയായി, റിസൾട്ട് വന്നു. അവരെന്നോട് പറഞ്ഞു ഡെൽന സെലക്റ്റഡ് അല്ലട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർക്കോ ദൈവത്തിൻ്റെ ഹിതം എന്താണോ നടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനത് വിട്ട് ഡ്യൂട്ടിക്ക് നടന്നു. പക്ഷേ അവരെന്നെ പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഡെൽനയുടെ ഫയൽ അവർ അവിടെ നിന്ന് വീണ്ടും എടുപ്പിച്ചിട്ടുണ്ട്, ഡെൽന വേറെ ഒരു ഏജൻസിയിലും പോവരുത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു ഡെൽന സെലക്റ്റഡ് ആണെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് അന്നേരം ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ ദൈവത്തിന് ഒരുപാട് നന്ദി പറഞ്ഞു. പിന്നെയാണ് അടുത്തത് മെഡിക്കൽ. എനിക്ക് മെഡിക്കൽ എപ്പോൾ എടുത്താലും ഹെപ്പറ്റൈറ്റിസ് സിയുടെ എൻസൈം വേരിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 4 പ്രാവശ്യമെങ്കിലും എൻ്റെ ബ്ലഡ് എടുത്താൽ മാത്രമേ എനിക്ക് എന്നും ഫിറ്റ് കിട്ടാറുള്ളൂ. അപ്പോൾ എനിക്കത് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്ക് എവിടെയെങ്കിലും മെഡിക്കലിന് പോകാൻ പേടിയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്യണ പ്രോസസ്സിങ് ആയതുകൊണ്ട് ഒരാൾ ആദ്യത്തെ അറ്റംപ്റ്റ് കിട്ടിയില്ലെന്ന് പറയുമ്പോൾ തന്നെ അവർ അടുത്ത ആളെ എടുക്കും, അത്രേ ചെയ്യുള്ളൂ. അപ്പോൾ എനിക്ക് നല്ല ടെൻഷനായിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ. ഞാൻ കുറേ പ്രാർത്ഥിച്ചു, കാരണം ഞാൻ കുറേ അലഞ്ഞ് കിട്ടിയതാണല്ലോ എനിക്കിത്. എന്നിട്ട് ഞാൻ മെഡിക്കലിന് പോയിരിക്കുമ്പോൾ ഞാൻ കൃപാസനത്തിൽ ഉപ്പ് കഴിച്ച് തൈലം എൻ്റെ എടുക്കാൻ പോണ വെയിനിൽ ഞാൻ തേച്ച് ഞാൻ കുറേ പ്രാർത്ഥിച്ചില്ല. കാശുരൂപം ഞാൻ ആ കയ്യിൽ മുറുകെ പിടിച്ച് ഞാൻ ബ്ലഡ് എടുക്കാൻ പോയിരുന്നു. എനിക്ക് നല്ല ടെൻഷനായിരുന്നു. ബ്ലഡ് എടുത്തു, എല്ലാവരോടും വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. ബ്ലഡ് എടുത്തിട്ട് വൈകുന്നേരം റിസൾട്ട് വരുവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് നല്ല ടെൻഷനായിരുന്നു, കാരണം എപ്പോഴും എന്നെ അവർ തിരിച്ച് വിളിപ്പിക്കാറുണ്ട് 2ാമത് ബ്ലഡ് എടുക്കാൻ. ഞാനതുകൊണ്ട് തന്നെ അവിടെ തന്നെ ഇരുന്നു. പക്ഷേ ഉച്ചയായിട്ട് വിളിയൊന്നും വന്നില്ല എൻ്റെ പേര്. അപ്പം ഞാൻ പോയി ചോദിച്ചു ഇനി എനിക്ക് ബ്ലഡ് വല്ലതും എടുക്കണം, അവർ വിളിക്കാൻ മറന്നാണോ എന്ന് ഓർത്തിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വേണ്ടെന്ന്. എനിക്കിത് സംശയം തോന്നി. എന്നിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് വന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു. വീട്ടിൽ വന്ന് കൃപാസനത്തിൽ ഉടമ്പടി ധ്യാനം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമായിരുന്നു. ധ്യാനം കേട്ടെല്ലാം കഴിഞ്ഞൊരു 4 മണിയായപ്പോൾ ഞാൻ അവിടേക്ക് വിളിച്ചു ചോദിച്ചു മെഡിക്കൽ സെൻറ്ററിലേക്ക്, ഇങ്ങനെ മെഡിക്കൽ എടുത്തായിരുന്നു, റിസൾട്ട് വന്നായിരുന്നു എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവരെന്നോട് ഫിറ്റ് എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അന്നേരം എനിക്ക് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. ഞാൻ മാതാവിന് അപ്പം തന്നെ മുട്ടുകുത്തിന്ന് കുറേ നന്ദി പറഞ്ഞു, കാരണം ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ മെഡിക്കലിന് തന്നെ എനിക്കൊരു ഫിറ്റ് കിട്ടണത്. എന്നിട്ട് ഞാൻ വീട്ടിലേക്കൊക്കെ വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനിവിടെ ഉടമ്പടി പുതുക്കിയപ്പോൾ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഫെബ്രുവരി 28-ന് മുൻപായിട്ട് വിസയും ടിക്കറ്റും നൽകി മാതാവിനെ അനുഗ്രഹിക്കണേന്ന്. ഫെബ്രുവരി 9-ാം തീയതി എൻ്റെ വിസ വന്നു. പക്ഷെ ഞാനിത് അറിഞ്ഞില്ലായിരുന്നു, കാരണം മമ്മി ഉടമ്പടി നിയോഗം വെച്ചിരുന്നു ഫെബ്രുവരി 17-ാം തീയതി എനിക്ക് വിസ വരണം എന്ന്. അപ്പം ഏജൻസിക്കാർ എന്തോ ടെക്നിക്കൽ എറർ കാരണം എന്നോട് പറയാൻ മറന്നുപോയതാണ് എനിക്ക് വിസ വന്ന കാര്യം. ഒരു 17-ാം തീയതി ആയപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇമിഗ്രേഷൻ്റെ ഫീസ് അടയ്ക്കണം എന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വിസ വന്നിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഇമിഗ്രേഷൻ്റെ ഫീസ് അടയ്ക്കണേന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഡെൽനയുടെ വിസ ഓൾറെഡി വന്നിരിക്കുന്നതാണല്ലോ, അറിയിച്ചില്ലായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, പറഞ്ഞിട്ടില്ല എന്ന്. പിന്നെ അവർ പറഞ്ഞു എന്തോ ടെക്നിക്കൽ എറർ കൊണ്ടാണെന്ന് പറഞ്ഞ് കറക്റ്റ് മമ്മി ആ ഡേറ്റ് ഇട്ട ദിവസം തന്നെ മാതാവ് എനിക്ക് വിസ വന്നതായിട്ട് എന്നെ അറിയിച്ചു. ഞങ്ങൾ അന്നും മാതാവിന് ഒരുപാട് നന്ദി പറഞ്ഞു, കാരണം ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് എനിക്ക് 28-ാം തീയതിക്ക് മുന്നേ ടിക്കറ്റ് വരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കറക്റ്റ് 28-ാം തീയതി രാത്രി ഞാൻ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ഇവിടെ കൃപാസനത്തിൽ നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ എഴുന്നേക്കലും എനിക്ക് ഫോണിൽ മെസ്സേജ് വന്ന് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ടിക്കറ്റായിരുന്നു. നാളത്തേക്കാണ് എൻ്റെ ടിക്കറ്റ് വന്നിരിക്കുന്നത്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് നാളെ പോകാൻ സാധിക്കും. പിന്നെ ഈ ഉടമ്പടിയിൽ വന്ന ശേഷം ഞാൻ ആത്മീയമായി ഒരുപാട് വളർന്നു. സത്യം പറഞ്ഞാൽ ഞാനൊരു ക്രിസ്ത്യാനി ആണെങ്കിൽ പോലും പണ്ട് ഞാൻ പള്ളിയിൽ പോയി വെറുതെ ഇരുന്നിട്ട് തിരിച്ചു പോരുമായിരുന്നു, എല്ലാവരും പോകുന്നതുകൊണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സമയവും സാഹചര്യവും വന്നപ്പോഴാണ് എനിക്ക് ദൈവത്തെ കൂടുതൽ തിരിച്ചറിയുവാനും ബൈബിളിൻ്റെ പ്രാധാന്യം മനസ്സിലാവാനും. ഞാൻ കുറേ ബൈബിൾ വായിക്കാൻ തുടങ്ങിയായിരുന്നു ഇതിന് ശേഷം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആത്മീയമായി നല്ല രീതിയിൽ വളർച്ച, ദൈവവുമായി ഒരു മാനസിക ബന്ധം വന്നതായിട്ട് എനിക്ക് ശരിക്കും മനസ്സിലായി. പിന്നെ ഞാൻ ഉടമ്പടി പത്രം ഇവിടുന്ന് വാങ്ങിച്ച് പള്ളിയുടെ പരിസരത്തും റോഡിലും ഒക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ റോഡരികിലിരിക്കുന്ന പാവപ്പെട്ടവർക്ക് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഓൾഡ് ഏജ് ഹോമിൽ പോവുകയും അമ്മച്ചിമാർക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഉടമ്പടി വഴി ചെയ്ത കാര്യങ്ങൾ. ഉടമ്പടി വഴി എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ കൃപാസന മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. വിശുദ്ധ പൗലോസിൻ്റെ ലേഖനം ഫിലിപ്പി 4-ാം അധ്യായം 13-ാം വാക്യം. അമ്മേ മാതാവേ, അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യത്തിനായി നിൽക്കുവാൻ എന്നെ അനുവദിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് 1000 നന്ദി പറയുന്നു. ആബാപിതാവേ, അങ്ങയിലൂടെയാണ് സർവം സാധ്യമാകുന്നതെന്ന് ഞങ്ങളറിയുന്നു. അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിനെ ഓർത്ത് അമ്മയ്ക്ക് 1000 നന്ദി, കോടാനുകോടി നന്ദി, സ്തുതി, സ്തോത്രം, ആരാധന. ഞാൻ ഷീല സണ്ണി, തൃശ്ശൂർ പട്ടിക്കാട് നിന്നും വരുന്നു. ഞാനൊരു യാക്കോബൈറ്റ് ചവറാമ്പാടം ഇടവകാംഗമാണ്. ഞാനൊരു വിധവയാണ്. ഭർത്താവ് മരിച്ചിട്ട് 10 വർഷമായി. ഞാനൊരു സിവിൽ വഴിക്കേസിൻ്റെ സാക്ഷ്യം പറയുവാനാണ് ഇവിടെ നിൽക്കുന്നത്. ഭർത്താവുള്ള സമയത്ത് 2005 തുടങ്ങി വെച്ച ഒരു സിവിൽ കേസാണ്. എതിർ കക്ഷി
5 പേർക്കെതിരെയാണ് കേസ് കൊടുത്തിരുന്നത്. ഭർത്താവുള്ള സമയത്ത് എനിക്ക് യാതൊന്നും അറിയേണ്ടതായി ഉണ്ടായിരുന്നില്ല. ഭർത്താവ് മരിച്ചതിന് ശേഷം കേസ് കൊണ്ടുപോകുവാൻ ആരുമുണ്ടായിരുന്നില്ല. ഞങ്ങളുടെയും സഹോദരങ്ങളുടെയും മറ്റു കുറേ വീട്ടുകാർക്കുമൊക്കെയുള്ള 1/2 കിലോമീറ്റർ വഴിയാണ് ഒരു കക്ഷി സ്വന്തമായി പിടിച്ചു വെച്ച് ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തിരുന്നത്. ഭർത്താവ് മരിച്ചതിന് ശേഷം എന്നെയും മക്കളെയും വക്കീൽ വിളിപ്പിച്ച് കക്ഷി ചേർത്തു. കേസിന് ഓരോ പ്രാവശ്യം പോകുമ്പോഴും 40,000 50,000 അയാൾ ഫീസായി ചോദിക്കുമായിരുന്നു. നടന്ന് മടുത്ത് 2023 കേസ് തീർപ്പായി എന്ന് പറഞ്ഞു. പക്ഷേ ഒന്നും നടന്നില്ല. 18 വർഷമായിട്ടും ഒരു കാര്യവും നടന്നില്ല. 2025 ആയപ്പോൾ വീണ്ടും ഏപ്രിലിൽ അയാൾ വിളിച്ച് റീസർവേ വന്നു. റീസർവേയുടെ കുറേ പേപ്പറുകളിൽ എതിർ കക്ഷിക്ക് അനുകൂലമായിട്ടാണ് അളന്നിരിക്കുന്നത്. അയാൾ കുറേ പേപ്പറുകൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ പേപ്പറുകളുടെ എല്ലാം ഫോട്ടോ എടുക്കുവാൻ 30,000 രൂപ വേണം. ഇനിയും 30,000 രൂപ ഇപ്പം തന്നെ കൊണ്ടുവന്നെങ്കിലേ ഞാനിനി കേസ് മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ എന്ന് പറഞ്ഞു. അവസാനം മറ്റു കക്ഷികളോടൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾക്കാർക്കും ഇനി ഈ കേസ് കൊണ്ടുപോകുവാൻ താല്പര്യമില്ല, ഞങ്ങളാരും ഇനി ഒറ്റ പൈസ തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വഴിമുട്ടി കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് ഇരിക്കുന്ന സമയത്താണ് ഞാൻ നമ്മുടെ കൃപാസനം ഉടമ്പടിയെക്കുറിച്ച് ഓർക്കുന്നത്. ഞാനിതിനു മുൻപ് 2022 24 ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അന്നൊന്നും ഉടമ്പടി എടുക്കുവാൻ എനിക്ക് തോന്നിയില്ല. സത്യമായിട്ട് എനിക്ക് ഉടമ്പടി എടുക്കുവാൻ പേടിയായിരുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്, കുറേ കാര്യങ്ങൾ അനുഷ്ഠിക്കുവാനുണ്ട്, അതൊന്നും നിവർത്തിക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല എന്നുള്ള പേടി മൂലമാണ് ഞാൻ ഉടമ്പടി എടുക്കാതിരുന്നത്. എന്നാൽ ഈ കേസിൻ്റെ കാര്യം വന്നപ്പോൾ ഇനി ഉടമ്പടി മാതാവല്ലാതെ, സഞ്ചാരി മാതാവല്ലാതെ എനിക്ക് ആരും തുണയില്ല എന്ന ബോധ്യത്തോടു കൂടി 2025 ജൂലൈ 14 ഞാൻ കൂട്ടാലിയിൽ നിന്നും ബസ് പോകുന്നതിനോടുകൂടെ അവരോടൊപ്പം ഇവിടെ വരികയും ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഉടമ്പടിയെടുത്ത് അന്ന് തന്നെ ഉടമ്പടിയിലെ കാര്യങ്ങൾ നിവർത്തിക്കുവാൻ ഞാൻ ശ്രമിച്ചു പോന്നു. പത്രങ്ങളെല്ലാം അടുത്ത വീടുകളിൽ കൊണ്ടുപോയി വിശ്വാസമുള്ളവരെ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുത്തുവാനും വിശ്വാസമില്ലാത്തവർക്ക് ഈശോയെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുവാനും അവരെ നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുവാനും പഠിപ്പിച്ചു. മറ്റുള്ള കുടുംബങ്ങളിലും വൃദ്ധരായ മാതാപിതാക്കളുടെ അടുത്ത് ചെന്ന് അവരോടൊത്ത് സമയം ചെലവഴിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ സസൂക്ഷ്മം കേട്ട് അവർക്ക് വേണ്ട വചനങ്ങളെല്ലാം നൽകി പോന്നു. ഉടമ്പടിയെടുത്ത് 14 ഉടമ്പടിയെടുത്തു. 18 അംഗനവാടിയിൽ എല്ലാ ഡിജിറ്റൽ സർവേ കഴിഞ്ഞ ഭൂമികളെല്ലാം കൺഫർമേഷന് വേണ്ടി ഒപ്പിട്ട് കൊടുക്കുവാനായിട്ട് എല്ലാവരെയും 20-ാം വാർഡിലുള്ള എല്ലാവരെയും വിളിപ്പിച്ചു. അന്നേരം ഞങ്ങൾ ചെന്നു. അവർ ലാപ്പിൽ സ്കെച്ചുകൾ കാണിച്ചു തന്നു ഭൂമിയുടെ. അന്നേരം ഒരു പ്ലോട്ടിൽ മാത്രം വഴിയില്ലാതെയാണ് അളന്നിരിക്കുന്നതെന്ന് കാണുവാൻ സാധിച്ചു. സാർ അവരോട് ചോദിച്ചപ്പോൾ അന്ന് വഴിയില്ലാതെയാണ് അളന്നിരിക്കുന്നത്, ഇനിയൊന്നും ചെയ്യാനില്ല, അളന്ന സമയത്ത് നിങ്ങൾ എന്തേ പറയാതിരുന്നെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ പഞ്ചായത്തിൽ പോയി ചോദിച്ചപ്പോൾ അപേക്ഷ കൊടുക്കുവാൻ പറഞ്ഞു. അപേക്ഷ കൊടുത്തു പോന്നു. പക്ഷെ അവർ പറഞ്ഞു ഞങ്ങൾക്കെന്നൊന്നും ചെയ്യുവാനില്ല, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പ്രൈവറ്റായിട്ട് സർവേയറെ കൊണ്ടുവന്ന് അളപ്പിച്ച് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനിവിടെ വന്ന് വെറുതെ ഇരുന്നില്ല. എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ കാശുരൂപം ഇവിടെ നിന്ന് കിട്ടിയത് ഞാൻ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുമായിരുന്നു. എപ്പോഴും വിശ്വാസ പ്രമാണം നടക്കുമ്പോഴും നടപ്പിലും എടുപ്പിലും എല്ലാം വിശ്വാസ പ്രമാണവും നന്മ നിറഞ്ഞ മറിയമ്മയും ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ നമ്മുടെ ഉപ്പും ഇവിടെ നിന്ന് കൊണ്ടുപോയ വെള്ളവും ഉടമ്പടി തൈലവും കൊണ്ടുപോയി ആ വഴിയിലുടനീളം വിതറി പ്രാർത്ഥിക്കുകയും പ്ലോട്ടിൽ വഴിയില്ലാത്തടത്തും പോയി പ്രാർത്ഥിച്ച് ആരോടും പറയാതെ രഹസ്യമായാണ് ഞാനിതെല്ലാം ചെയ്തിരുന്നത്. എൻ്റെ അമ്മ പരസ്യമായ രഹസ്യമാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. 4-ാം ദിവസം വഴിയില്ലാത്ത കാര്യം സർവേയിൽ ലാപ്പിൽ എനിക്ക് കാണിച്ചു തന്നത് 18-ാം തീയതിയാണ് എന്നെ കാണിച്ചു തന്നത്. 22-ാം തീയതി 21-ാം തീയതി ഞായറാഴ്ച
പഞ്ചായത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, നാളെ തിങ്കളാഴ്ച ഞങ്ങൾ അളക്കുവാൻ വരുന്നുണ്ട്, നിങ്ങൾ പേപ്പറുകളെല്ലാമായി വരണം, പ്രൈവറ്റ് സർവേയറെ കൊണ്ടല്ലാതെ അളക്കുകയില്ല എന്ന് പറഞ്ഞു വിട്ട അവർ മാതാവിൻ്റെ പെട്ടെന്നുള്ള ഇടപെടൽ മൂലം സഞ്ചാരി മാതാവ് പഞ്ചായത്തിൽ ചെന്ന് പ്രവർത്തിച്ചതുപോലെ ഞാനൊന്നും ചെയ്തില്ല, ഞാൻ പ്രാർത്ഥിക്കുക മാത്രം ചെയ്തു. എൻ്റെ ഉടമ്പടിയുടെ ശക്തി എനിക്ക് അവിടെ പൂർണ്ണമായി 4-ാം ദിവസത്തിൽ തന്നെ വെളിപ്പെട്ടു. തിങ്കളാഴ്ച 22-ാം തീയതി അവർ വന്നു, ഭൂമി അളന്നു, വഴിതിരിച്ചു, കുറ്റിയടിച്ചു തന്നു. അതിനുശേഷം എനിക്ക് കൂടുതൽ മാതാവിനോട് പ്രാർത്ഥിക്കുവാനും ഉടമ്പടിയിൽ വിശ്വസിക്കുവാനും എല്ലാം സാധിച്ചു. കുർബാനയും മറ്റ് ദാനധർമ്മങ്ങളുമെല്ലാം ഞാൻ ഇടപെടാതെ പ്രവർത്തിച്ചു പോന്നു. കേസിൻ്റെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം ഓഗസ്റ്റ് 12-ാം തീയതി ഉടമ്പടി എടുത്ത് 28-ാം ദിവസം 1 മാസം തികയുന്നതിന് മുൻപേ പെട്ടെന്ന് വക്കീലിൻ്റെ ഗുമസ്തൻ കാശില്ലാതെ ഞാൻ ഇനി ഒന്നും ചെയ്യില്ല, ഞാൻ ഇതൊന്നും ഫോർവേഡ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് വിട്ട ആൾ ഗുമസ്തൻ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ കേസ് ജയിച്ചു, നിങ്ങൾക്ക് വഴി കിട്ടി. ഞാൻ മറ്റെല്ലാ കക്ഷിക്കാരെയും വിളിച്ചു പറഞ്ഞു, ഗുമസ്തൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, നമുക്ക് വഴിവെട്ടാം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി 10-60 ലോഡ് വേസ്റ്റ് ഇറക്കി മരങ്ങളെല്ലാം വെട്ടി വഴിയുണ്ടാക്കി. ആ വഴി തെളിച്ച് കിട്ടി. അതിനുശേഷം ഞാൻ വക്കീലുമായി ബന്ധപ്പെട്ടു. എന്താണ് സംഭവിച്ചത്? വക്കീൽ പറഞ്ഞു, അവസാന നിമിഷത്തിൽ എന്തെന്നറിയില്ല, എനിക്ക് തോന്നി നമ്മുടെ പെൻഷനായ പഴയ സർവേയർ ഒന്ന് വിളിപ്പിക്കാം. അങ്ങനെ സർവേയറെ വിളിപ്പിച്ചു. സർവേയർ ചോദിച്ച് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. ആൾ പറഞ്ഞു തന്ന പ്രകാരമെല്ലാം പറഞ്ഞപ്പോൾ നമുക്ക് അനുകൂലമായി വിധി വന്നു. സഞ്ചാരി മാതാവാണ് വക്കീലിനൊപ്പം ചെന്ന് എല്ലാ കാര്യങ്ങളും നടത്തി കൊടുത്തതെന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. എൻ്റെ ഉടമ്പടിയുടെ വിശ്വാസമാണ് വക്കീലിനെ കൊണ്ടത് ചെയ്യിപ്പിച്ചത്. 20 വർഷമായി വക്കീലിന് തോന്നാതിരുന്ന കാര്യം ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ, ഉടമ്പടി വസ്തുക്കൾ കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ, ഉടമ്പടി ഉപ്പിനും ഉടമ്പടി പത്രത്തിനുമെല്ലാം വളരെ വിലയുണ്ടെന്ന് അവർ അറിഞ്ഞത്, ഞാൻ അറിഞ്ഞത് അപ്പോഴാണ്. എൻ്റെ നാട്ടുകാർക്കെല്ലാം ഇപ്പോൾ ഈ സംഭവം അറിയാം. എൻ്റെ ഉടമ്പടി മൂലമാണ് എല്ലാവർക്കും വഴി കിട്ടിയതെന്ന്. ഞാൻ കാരുണ്യ പ്രവർത്തികളായി ചെയ്യുന്നത് അടുത്ത വീടുകളിലെല്ലാം പോയി വയസ്സായ അമ്മമാരും അപ്പന്മാരും വയ്യാതെ കിടക്കുന്നവരെ പോയി കാണുകയും അവർക്ക് വേണ്ട ആശ്വാസവചനങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവർക്ക് വേണ്ട ശാരീരിക ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഞാനൊരു നേഴ്സാണ്, ഗവൺമെൻറ്റിൽ നിന്നും റിട്ടയർ ആയതാണ്. അതും എൻ്റെ നാട്ടുകാർക്കറിയാം. അതുപോലെ തന്നെ അടുത്ത വീടുകളിലെല്ലാം വചനം ഉദ്ഘോഷിക്കുവാനായിട്ട് പത്രം കൊണ്ട് കൊടുക്കുമ്പോൾ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, ഏതോ ഒരു ചേച്ചി ഞാൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ എനിക്ക് പത്രം കൊണ്ടുവന്ന് തന്നു. ഞാനൊരു ഹിന്ദു ആയിരുന്നു എങ്കിലും ഞാൻ കാര്യമായി വിശ്വസിച്ചില്ല. പക്ഷേ ആ പത്രം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് വളരെ വലിയൊരു ജീവൻ മരണ പോരാട്ടത്തിൽ നിന്നും ബ്ലീഡിംഗ് ആയിട്ട് എല്ലായിടത്തു നിന്നും മടക്കി മെഡിക്കൽ കോളേജിലെത്തിച്ച് എന്നെ ജീവനോടെ കോമയിലായിരുന്ന എന്നെ തിരിച്ചു തന്നത് ആ പത്രമാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും പത്രം എൻ്റെ കൂടെയുള്ളതാണ് എന്നെ രക്ഷിച്ചതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെന്ന് പത്രം കൊണ്ടു കൊടുക്കാൻ ചെന്നപ്പോൾ ഒരു സഹോദരൻ എന്നോട് പങ്കുവെച്ചു. നമ്മുടെ ഈ പത്രം വിശുദ്ധമാണ് മക്കളെ. വിശുദ്ധമായ പത്രം കൊണ്ടു കൊടുക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു കൊടുക്കണം. ആ പത്രം കിട്ടുന്ന എല്ലാവർക്കും ആ പത്രത്തിൻ്റെ സാമീപ്യവും സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യവും അനുഭവിക്കുവാൻ സാധിക്കുമെന്നുള്ള കാര്യം 1000 പ്രാവശ്യം ഞാനിവിടെ ഉറച്ച് ഉത്ബോധിപ്പിക്കുന്നു. പത്രം കൊടുക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു കൊടുക്കണം. പത്രം കയ്യിലുള്ളത് വിശുദ്ധമാണ്, അതൊരു വിശുദ്ധ വസ്തുവാണെന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയണം. നമ്മുടെ വിശുദ്ധ വസ്തുക്കളായ ഉപ്പിനും തൈലത്തിനും എല്ലാം വളരെ ശക്തിയുണ്ട്. അമ്മ മാതാവിനോടൊപ്പം ഞാൻ എല്ലാ കുർബാനകളിലും കുമ്പസാരത്തിലും ഒക്കെ പങ്കെടുക്കാറുണ്ട്. ഞാനൊരു യാക്കോബൈറ്റ് വിശ്വാസിയാണെങ്കിലും കല്യാണത്തിന് മുൻപ് ഞാൻ റോമൻ കാത്തലിക് ആയിരുന്നു. അതുകൊണ്ട് ലത്തീൻ പള്ളിയിലും മറ്റു പള്ളികളിലെല്ലാം പോയി 2 ആഴ്ചകൾ കൂടുമ്പോൾ കുമ്പസാരിക്കുകയും കുർബാനകൾ പങ്കുകൊള്ളുകയും എല്ലാം ചെയ്യുമായിരുന്നു. ഉടമ്പടിക്ക് ശേഷം കൂടുതൽ സമയം ബൈബിൾ വായനയിൽ നിവർത്തിക്കുവാനും ബൈബിൾ വചനങ്ങളിൽ ആഴപ്പെടുവാനും വിശ്വാസത്തിൽ ആഴപ്പെടുവാനും സാധിച്ചു. കുർബാനയിൽ ജീവസുറ്റ മകളായി പങ്കുചേരുവാനും കരഞ്ഞല്ലാതെ കുർബാനയിൽ നിന്നും ഇറങ്ങി വരുവാൻ സാധിക്കാതെയുമുള്ള കൃപ മാതാവ് എനിക്ക് അനുഗ്രഹിച്ചതിനോർത്തും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. അമ്മേ മാതാവേ, ഇനിയും കൂടുതൽ കാലം മരണം വരെ അമ്മയോടൊപ്പം ഉടമ്പടിയിൽ ജീവിക്കുവാനും
അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുവാനും അമ്മയുടെ സാന്നിധ്യം മറ്റുള്ളവരെ അറിയിക്കുവാനും എന്നെ ഉപകരണമാക്കണമേ എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടിയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്ക് വേണ്ടിയും അമ്മ ആബാപിതാവിനോട് മാധ്യസ്ഥം വഹിക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആബാപിതാവിൽ നിന്നും അമ്മ നേടിത്തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ സാക്ഷ്യങ്ങൾക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, സ്തുതി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതി, സ്തോത്രം. പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി എന്നെ എൻ്റെ കുടുംബത്തെയും ഈ അൽത്താരയിൽ നിർത്തിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ടെസീന ജോസ്. ഇത് ഹസ്ബൻഡ്, ഇത് 2 കുഞ്ഞുങ്ങൾ ഇസബെല്ല, ഇയാൻ. ഇതെൻ്റെ സഹോദരൻ അരുൺ. ഞങ്ങൾ കാസർഗോഡ് ജില്ലയിലെ വരക്കാട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ അയർലൻഡിലെ കുടുംബമായിട്ട് ജോലി ചെയ്യുന്നു. കൃപാസനവും ഉടമ്പടിയുമായിട്ടുള്ള എൻ്റെ ബന്ധം ആരംഭിക്കുന്നത് 2023 മൂത്ത കുഞ്ഞ് ഇസബലിനെ ഞാൻ 32 ആഴ്ച പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ്. അതുവരെ ഹെൽത്തി ആയിട്ട് പോയിക്കൊണ്ടിരുന്ന പ്രഗ്നൻസി പെട്ടെന്ന് എൻ്റെ വാട്ടർ ബ്രേക്കായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് വീട്ടിൽ വിളിച്ചപ്പം ഹസ്ബൻഡിൻ്റെ പേരൻസ് ഉടമ്പടി എടുക്കാനായിട്ട് ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വഴിയായിരുന്നു. അങ്ങനെ 33 ആഴ്ച 3 ദിവസമായപ്പം സിസേറിയനിലൂടെ ഇവളെ പുറത്തെടുത്തു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു 33 ആഴ്ച ആയുള്ളൂ, ചിലപ്പോൾ കൃത്രിമ ശ്വാസമൊക്കെ കൊടുക്കേണ്ടി വരും, ICUവിൽ വെക്കേണ്ടി വരും എന്നൊക്കെ. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഒരു കുഴപ്പവും കൂടാതെ അവൾ നോർമലായിട്ട് ബ്രീത്ത് ചെയ്തു. അവരുടെ പ്രോട്ടോക്കോൾ 35 ആഴ്ച ആയതുകൊണ്ട് അതുവരെ അവളെ ഒബ്സർവേഷനായിട്ട് ഹോസ്പിറ്റലിൽ വെച്ചു. അപ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് ഒരു കുഴപ്പമില്ലാഞ്ഞിട്ടും പെട്ടെന്ന് ഇങ്ങനെ വാട്ടർ ബ്രേക്കായി. മനസ്സിലുണ്ടായിരുന്നു എന്താണെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ അത് എനിക്ക് കാരണം മനസ്സിലായത് ഞാൻ പിന്നീട് പറയാം. പിന്നെ രണ്ടാമത്തെ കാര്യം, അതിൽ അമ്മ മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. പേരൻസ് ഇവിടെ വന്നപ്പോൾ അവർ നിയോഗമായിട്ട് വെച്ചിരുന്നു, അമ്മയും കുഞ്ഞിനെയും കുഴപ്പങ്ങളൊന്നും കൂടാതെ ആരോഗ്യത്തോടെ ലഭിക്കുവാണെങ്കിൽ സാക്ഷ്യപ്പെടുത്തിക്കോളാമെന്ന്. ആരോഗ്യ പ്രശ്നം കാരണം പേരൻസിന് ഇപ്പം വരാൻ പറ്റിയിട്ടില്ല. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം, എനിക്ക് അയർലൻഡിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായതാണ്. ഞാൻ 3 വട്ടം അറ്റൻഡ് ചെയ്തു, ഫെയിലായി. എനിക്ക് ഭയങ്കര ടെൻഷൻ. അവർ എക്സാമിനേഴ്സിനെ കാണുമ്പോഴത്തേക്കിനും ഞാൻ പഠിച്ച കാര്യങ്ങളോ ഒന്നും എൻ്റെ മനസ്സിലില്ല. ഭയങ്കര പാനിക്കായിട്ട്, ഭയങ്കര ബ്ലാങ്കായിട്ട് പോകും. അങ്ങനെ 4ാമത്തെ പ്രാവശ്യം ടെസ്റ്റിന് പോകുമ്പം ഞാൻ ഉടമ്പടി ധ്യാനം കൂടി പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ എൻ്റെ മെറിറ്റ് കൊണ്ട് ഇതെനിക്ക് കിട്ടത്തില്ല, കാരണം എനിക്ക് ഭയങ്കര ടെൻഷനാണ്, സ്ട്രെസ്സാണ്, എല്ലാം മറന്നു പോകും, ഒന്നും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ടെസ്റ്റ് ഉപേക്ഷിച്ച് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് ഞാൻ ഓരോ ടെസ്റ്റിനും പോകുന്നത്. അപ്പോൾ ആ 4ാമത്തെ പ്രാവശ്യം പോയപ്പം എനിക്ക് അമ്മ മാതാവിനെ പോലെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ലേഡി എക്സാമിനറെ കിട്ടി. അങ്ങനെ അന്ന് എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ പറ്റി. അതിന് അമ്മ മാതാവിന് നന്ദി പറയുന്നു. പിന്നീട് ഞങ്ങൾക്ക് ഒരു കാറുണ്ടായിരുന്നു, കുറച്ചും കൂടെ വലിയതായിട്ടുള്ളൊരു കാർ വേണം, കുറച്ചും കൂടെ സ്പേസൊക്കെ സൗകര്യമുള്ളൊരു കാർ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എപ്പോഴും നോക്കുമെങ്കിലും നമുക്ക് പറ്റിയ ബഡ്ജറ്റ് അല്ലാത്തതുകൊണ്ട് അതെപ്പോഴും വിട്ടുവിട്ട് പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം നോക്കിയപ്പം കൃപാസന മാതാവിൻ്റെ ഗ്രേ കളറിലുള്ളൊരു കാറ് കണ്ടു. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ബഡ്ജറ്റിനുള്ളിലുള്ളൊരു കാറായിരുന്നു. അപ്പോൾ ഇങ്ങനെ അതൊരു സെക്കൻഡ് ഹാൻഡ് കാറാണ്. അത് കാണാൻ പോകുന്നതിൻ്റെ തലേദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇത് അമ്മ മാതാവ് ഞങ്ങൾക്ക് തരുന്ന കാറാണെങ്കിൽ ഒരടയാളം തരണമെന്ന്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ മരിയ 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 എന്ന് 3 പ്രാവശ്യം കേട്ടു. എന്നിട്ട് ഞാൻ അടുത്ത മൊമെൻറ്റിൽ ഹസ്ബൻഡിനോട് പറയാണ്, ഇത് മാതാവ് നമുക്ക് തരുന്ന കാറാണെങ്കിൽ ആ ഓണറിൻ്റെ വൈഫിൻ്റെ പേര് മരിയ അല്ലെങ്കിൽ മേരി, അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആയിരിക്കും എന്ന്. പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ ചെല്ലുമ്പം ആ ഓണർ ഭാര്യേനെ മേരി എന്ന് വിളിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് ബോധ്യമായി ഇത് മാതാവ് ഞങ്ങൾക്ക് തരുന്ന കാറാണെന്ന്. അങ്ങനെ ഞങ്ങൾ അതിന് അഡ്വാൻസ് കൊടുത്തു. മാതാവ് ഞങ്ങൾക്ക് ആ കാറ് തന്നു, ആ ഗ്രേ കളറിലുള്ള കാറ്. പിന്നീട് അയർലൻഡിലൊരു വീട് മേടിക്കാൻ അമ്മ മാതാവും ഈശോയും ഞങ്ങളെ സഹായിച്ചതാണ്. ഞങ്ങൾക്ക് വളരെ ചെറിയ മിനിമം ബാലൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ലോൺ പേപ്പർ എല്ലാം ഒരു 6 മാസ കാലാവധിയാണുള്ളത് ലോൺ സാങ്ഷൻ ആകാനുള്ളത്. അതിനുള്ളിൽ ബിൽഡേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള എല്ലാ പേപ്പേഴ്സും അവരുടെ ബാങ്കിൽ എത്തിയെങ്കിൽ മാത്രമേ ലോൺ സാങ്ഷൻ ആവുള്ളൂ. അങ്ങനെ അവസാന സമയങ്ങൾ എടുത്തിട്ടും ബിൽഡേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള എല്ലാ പേപ്പേഴ്സും അവിടെ എത്താത്തപ്പം ആ ഒരു 6 മാസം കഴിഞ്ഞാൽ ഞങ്ങൾ പേപ്പറുകളെല്ലാം ആദ്യം തൊട്ട് എല്ലാ പേപ്പറുകളും സബ്മിറ്റ് ചെയ്യണം. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അങ്ങനെ പലരിലൂടെ മാതാവ് ഇടപെട്ട് കറക്റ്റ് ആ ലോണിൻ്റെ 6 മാസത്തെ കാലാവധി തീരുന്ന ആ ദിവസം ഞങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലോൺ വിഡ്രോ ചെയ്യാനായിട്ട് മാതാവും ഈശോയും ഞങ്ങളെ സഹായിച്ചു. പിന്നെ ഈ സമയത്ത് ഞാൻ 2024 ഫെബ്രുവരിയിലാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തത്. ഓൺലൈൻ ഉടമ്പടിയിലായിരുന്ന സമയത്താണ് എനിക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ സാധിച്ചത്.
പിന്നെ 2024 നവംബർ 29 ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ നിയോഗമായിട്ട് കുടുംബ ജീവിതത്തെ വിശദീകരിക്കണമെന്ന്, വിശുദ്ധരായ കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമെന്ന് നിയോഗം വെച്ചിരുന്നു. അങ്ങനെ തിരിച്ചു നിന്ന് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും തിരികെത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയത്ത് കുറച്ച് ദിവസങ്ങളിലായിട്ട് തിരിയിലെ നാളത്തിൽ ഇങ്ങനെ ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ പോലെ ഒരു കിഡ്നി ബീൻസിൻ്റെ ഒരു ഷേപ്പിൽ കാണുകയാണ്. അപ്പം മനസ്സിലിങ്ങനെ തോന്നൽ വരികയാണ്, ഇനി പ്രഗ്നൻ്റ് ആയിരിക്കുമോ. അപ്പം നാട്ടിൽ വന്ന സമയത്ത് PCOD കാരണം ഡോക്ടർ പീരിയഡ്സ് ആകാൻ ടാബ്ലറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു, അത് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ടാബ്ലറ്റ്സ് കഴിക്കുന്നത് നിർത്തി കുറച്ച് ദിവസം കഴിഞ്ഞ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കളെന്നും തൈലവും ഉപ്പുമൊക്കെ എന്നും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി. അങ്ങനെ 3-ാം മാസത്തിൽ പെട്ടെന്ന് എനിക്കൊരു ഹെവി ബ്ലീഡിങ് വന്ന് ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പോൾ ആ ആംബുലൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഹസ്ബൻഡ് എനിക്ക് ഉടമ്പടി തൈലവും ഉപ്പുമൊക്കെ തേച്ചും കഴിക്കാനായിട്ടൊക്കെ തന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, 3 മാസമാണെങ്കിലും ഞാൻ ഈ കുഞ്ഞിനെ എൻ്റെ ഉദരത്തിൽ വഹിച്ച് ആ ഗർഭകാലത്തെ എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ചപ്പം അമ്മ മാതാവും ഈശോയും തന്ന കുഞ്ഞാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അമ്മ തന്ന കുഞ്ഞാണെങ്കിൽ ഈ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടെ പൂർണ്ണ വളർച്ചയോടെ അമ്മയുടെ മുമ്പിൽ കുടുംബമായിട്ട് വന്ന് സാക്ഷ്യം പറയാൻ അനുവദിക്കണമെന്ന് ലഭിക്കുകയാണെങ്കിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്നിരുന്നു. അങ്ങനെ ആംബുലൻസ് ക്രൂ വന്നപ്പോൾ അവർ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞത് എന്ത് വാർത്തയും കേൾക്കാൻ തയ്യാറായിരിക്കണം എന്നാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നു. അവർ സ്കാൻ ചെയ്തപ്പം ഒരു കുഴപ്പമില്ലാത്ത കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു ക്ലോട്ട്സ് ഉണ്ട്, അത് വലുതായാൽ പ്രഗ്നൻസി മിസ്കാരേജ് ആകും. പക്ഷേ എനിക്ക് ഒരു പേടിയും തോന്നിയില്ല. കാരണം ഇത്രയേറെ ബ്ലീഡിങ് ഉണ്ടായിട്ടും കുഞ്ഞിനെ ആരോഗ്യത്തോടെ എൻ്റെ ഉദരത്തിൽ സംരക്ഷിക്കാൻ അമ്മയ്ക്കും ഈശോയ്ക്കും അറിയാമെങ്കിൽ ഈ കുഞ്ഞിന് ഒരു കുഴപ്പവും കൂടാതെ ഞങ്ങൾക്ക് തരുമെന്ന് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് മുമ്പോട്ട് പോയി. ആ സമയത്താണ് ഡോക്ടേഴ്സ് പറയുന്നത് ആദ്യത്തെ കുഞ്ഞിൻ്റെ പ്ലാസൻ്റ് അവർ എക്സാമിനേഷൻ ചെയ്തപ്പോൾ ഹിസ്റ്റോപത്തോളജി ഒക്കെ വിട്ടപ്പോൾ അതിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറവായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ രണ്ടാമത്തെ കുഞ്ഞിന് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രഗ്നൻസി ഹെൽത്തി ആയിട്ട് മുമ്പോട്ട് പോകാൻ എനിക്ക് ആസ്പിരിൻ ടാബ്ലറ്റ്, പ്രൊജസ്ട്രോൺ, പെസറി ഒക്കെ 35 ആഴ്ച വരെ കഴിക്കണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യം എൻ്റെ കൊളീഗിൻ്റെ അടുത്ത് ഞാൻ ഷെയർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഇതുപോലെ പ്ലാസൻ്റിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറവായിട്ട് അവരുടെ കുഞ്ഞ് മരിച്ചാണ് ഉണ്ടായതെന്ന്. അപ്പം അന്നാണ് എനിക്ക് എൻ്റെ ആ മനസ്സിലുണ്ടായിരുന്ന ചോദ്യം, എന്തുകൊണ്ട് ഒരു കുഴപ്പമില്ലാഞ്ഞിട്ടും വാട്ടർ നേരത്തെ ബ്രേക്കായി എന്നുള്ളതിൻ്റെ ഉത്തരം കിട്ടിയത്. കാരണം അമ്മ മാതാവ് അവർ പേരൻസ് ഉടമ്പടി എടുക്കാനായിട്ട് വീട്ടിൽ നിന്ന് പോന്നപ്പോഴേ അമ്മ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് ഞങ്ങളുടെ കുഞ്ഞിനെ സംരക്ഷിച്ചു. അതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉടമ്പടി ആദ്യമായിട്ട് തീർത്ഥാടന ഉടമ്പടി എടുത്തപ്പം ഇവിടെ വന്ന് ഉടമ്പടി പത്രിക മേടിച്ച് നാട്ടിലും അയർലൻഡിലും ഒക്കെ എല്ലാവർക്കും കൊടുത്തിരുന്നു. പിന്നെ ഉടമ്പടി ധ്യാനം, ഡെയിലി ബ്രെഡ് സാക്ഷ്യങ്ങളൊക്കെ കാണുകയും വാട്സപ്പിൽ ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. പിന്നെ സാധിക്കുന്ന അവസരങ്ങളിലൊക്കെ കൃപാസനത്തെയും ഉടമ്പടിയെയും പറ്റി മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന ആത്മീയ മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു സ്കൂൾ കാലഘട്ടമൊക്കെ വരെ എല്ലാ ദിവസവും സാധിക്കുമ്പോഴൊക്കെ പള്ളിയിൽ പോകും, ആത്മീയ ജീവിതത്തിലൊക്കെ വളരെ മുമ്പിട്ട് നിന്ന്. പക്ഷേ സ്വന്തമായിട്ട് കയ്യിൽ ഫോണ് സ്വാതന്ത്ര്യമൊക്കെ ആയപ്പോൾ അത് വളരെ പിന്നിലായി കുടുംബ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് നെറ്റിയിൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളം വരയ്ക്കുന്ന അത്രത്തോളം അത് വധിച്ചിരുന്നു. ഒരു ബുദ്ധിയൊക്കെ മന്ദീഭവിച്ച് ഹൃദയമൊക്കെ ഘനീഭവിച്ചൊരവസ്ഥയായിരുന്നു. എന്തിനു ജീവിക്കുന്നു, ഒരു ഡിപ്രഷൻ, കുറ്റബോധം, നിരാശ, അങ്ങനെ ഒരു അവസ്ഥയിൽ ആയിരിക്കുന്ന സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നതും ഉടമ്പടിയെപ്പറ്റി മനസ്സിലാക്കുന്നതും. അതൊരു പിടിവള്ളി പോലെയായിരുന്നു എനിക്ക് മുമ്പോട്ടേക്ക് പൊങ്ങി വരാൻ, ജീവിതത്തിൽ മുമ്പോട്ടേക്ക് പോകാനായിട്ട്. പിന്നെ കുടുംബ പ്രാർത്ഥന സ്ഥിരമായിട്ട് ചെല്ലാനായിട്ട് മാതാവ് സഹായിച്ചു, ഈശോ സഹായിച്ചു. സാധിക്കുമ്പോഴൊക്കെ വിശുദ്ധ കുർബാനയും പങ്കെടുക്കാനും കുമ്പസാരിക്കാനും സാധിച്ചു. ക്ഷമിക്കാനായിട്ട് ഒരിക്കലും ക്ഷമിക്കില്ല, മിണ്ടില്ല എന്ന് വിചാരിച്ചിരുന്ന 2 വ്യക്തിയെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നതൊക്കെ അവരോട് അങ്ങോട്ട് വിളിച്ച് സംസാരിക്കാനൊക്കെ ഈ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്തതിലൂടെ സാധിച്ചു. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത് അറിയാത്ത ഒരു കുടുംബത്തിന് എല്ലാ മാസവും സാമ്പത്തികമായിട്ട് സഹായം ചെയ്യാറുണ്ട്. മാനസിക രോഗികളായിട്ടുള്ള സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രത്തിലും സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട്. അമ്മ മാതാവും ഈശോയും ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. യേശു ആരാധന, യേശു മഹത്വം. എൻ്റെ പേര് ദിവ്യ.
ഇതെൻ്റെ ഹസ്ബൻഡ് ഷൈൻ. ഇത് ഞങ്ങളുടെ കുഞ്ഞ് എമി അന്ന ഷൈൻ. ഞങ്ങളിവിടെ ഒരു വലിയ സാക്ഷിയാക്കി നിർത്തിയ ദേവമാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഞങ്ങൾ UK നിന്നാണ് വരുന്നത്. നാട്ടിൽ ഞങ്ങൾ തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഇടവകയിലാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായിരുന്നു. 2018 കല്യാണം. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. പക്ഷേ അത് മിസ്കാരേജ് ആയി. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 4 തവണ അബോർഷനായി. ഒരു 9 മന്ത്സിലും കുഞ്ഞിനെ നഷ്ടമായി. അത് കഴിഞ്ഞിട്ട് ഒരിക്കൽ ട്യൂബൽ പ്രഗ്നൻസി ഉണ്ടായി. അപ്പം ഡോക്ടർ അന്ന് പറഞ്ഞായിരുന്നു ട്യൂബ് ഒന്ന് കട്ട് ചെയ്യണമെന്ന്. പക്ഷേ അന്ന് ഞാൻ ഉടമ്പടിയിലായിരുന്നു. 2019 മുതലായിരുന്നു ഞാൻ ഉടമ്പടിയിലുണ്ടായിരുന്നത്. ഞാനപ്പം ഉടമ്പടി തൈലം എൻ്റെ റൈറ്റ് സൈഡിലായിരുന്നു എക്ടോപ്പിക് എന്ന് പറഞ്ഞത്. ഞാൻ ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ച് ഞാനിന്നൊരു ഡോക്ടറോട് പറഞ്ഞു. ഞാനും സെയിം ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് 1 ഡേ തരുമോ? അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു. ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് നെക്സ്റ്റ് ഡേ ഞാൻ അഡ്മിഷൻ ആയിക്കോളാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഓൾറെഡി റപ്ചർ ആയിട്ടുണ്ട്, സ്കാനിങ്ങിൽ ഓൾറെഡി ഫ്ലൂയിഡ് കളക്ഷനും ഉണ്ട്. അപ്പം എനിക്കറിയാം അതെന്താണ് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടൊരു കണ്ടീഷനിലോട്ട് പോവുകയാണെന്ന്. പക്ഷെ ഞാൻ വന്നിട്ട് ഉടമ്പടി തൈലം എൻ്റെ റൈറ്റ് സൈഡിൽ, വയറിൻ്റെ റൈറ്റ് സൈഡിൽ വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് അന്ന് ഫുള്ള് ഞാൻ മുട്ടിന്മേൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച്. ഒരു കുഞ്ഞൊന്നും ആയിട്ടില്ല. ദൈവമേ, എന്താണോ ദൈവം നിശ്ചയിച്ചിട്ടുള്ളത് അതുപോലെ നടക്കട്ടെ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു 48 hours കഴിഞ്ഞെന്നാൽ നമുക്ക് BETA-HCG ചെയ്ത് നോക്കാം. 48 hours കഴിഞ്ഞ് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ BETA-HCG നേരെ ഡൗൺ ആയിരുന്നു. ഹാഫിനെക്കാളും ഡൗൺ ആയി. അപ്പം ഡോക്ടർ പറഞ്ഞു വേനിന്നാൽ കുഴപ്പമില്ല, നമുക്ക് മൈൽഡ് ഫ്ലൂയിഡ് കളക്ഷൻ ഇപ്പം കാണുന്നുള്ളൂ, ഓൺലി ഒബ്സർവേഷൻ ആവാം, നീ എന്നാൽ അഡ്മിറ്റ് ആവണമെങ്കിലാവാം, അല്ലെങ്കിൽ നിനക്ക് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ റൂമിലിരുന്നോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റെസ്റ്റിലായിരുന്നു കുറച്ച് ദിവസം. അങ്ങനെ BETA-HCG ഒരു കുഴപ്പമില്ലാണ്ട് എനിക്ക് പൂർണ്ണമായിട്ടും എനിക്ക് നോർമലിലോട്ട് വന്നു. അങ്ങനെ ഒരു സർജറി ഇല്ലാണ്ട് അന്ന് എന്നെ അമ്മ മാതാവ് കാത്തുകൊണ്ട് അന്ന് ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നായിരുന്നു. അപ്പോഴത്തേക്ക് എന്നോട് ഇവിടുന്ന് ബ്രദർ പറഞ്ഞായിരുന്നു, ഒരു കുഞ്ഞുമായിട്ട് സാക്ഷ്യം പറയാൻ വന്നാൽ മതി, ഉടനെ മാതാവ് അതെല്ലാം സഹായിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2023 ഞങ്ങൾ UK പോയി. ഞാൻ മുന്നേ സൗദിയിൽ, ഹസ്ബൻഡ് കുവൈറ്റിലും ആയിരുന്നു. ഒരുമിച്ച് ഞങ്ങൾക്ക് നിൽക്കാനായിട്ട് ഒത്തിരി ട്രൈ ചെയ്തു, പക്ഷേ ഒന്നും ആയില്ല. അങ്ങനെ UK ഞങ്ങളെത്തി, കുഞ്ഞുണ്ടായി. ഇത്രയും ഒരു ജേണിയിലൂടെ കടന്നുപോയപ്പോൾ തന്നെ ഞാൻ ആകെ ഡൗൺ ആയിപ്പോയായിരുന്നു. എനിക്ക് സ്കാനിങ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഭയങ്കര പേടിച്ച ഞാൻ സ്കാനിങ് റൂമിലോട്ട് കയറുന്നത്. അപ്പോൾ ഏതൊക്കെ ടെസ്റ്റ് മണി എൻ്റെ മുന്നിൽ കാണും അതെല്ലാം പ്രഗ്നൻസി റിലേറ്റഡ് ആയിരുന്നു. അപ്പം അതിൽ ഞാനൊരു സാക്ഷി ഒരു ഡോക്ടറിൻ്റെ കണ്ടായിരുന്നു, അമ്മ മാതാവിൻ്റെ കുഞ്ഞിനെ എനിക്ക് വളർത്താൻ മാത്രം തന്നാൽ മതിയെന്ന്. ഞാനും അതങ്ങനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. സ്കാനിങ് റൂമിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ വയറിലും എന്നും കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. ഹസ്ബൻഡും എന്നും കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ 3 വിശ്വാസ പ്രമാണം എന്നും ചൊല്ലുമായിരുന്നു കുഞ്ഞിനെ തൊട്ട്. എനിക്ക് ഫ്ലൂയിഡ് കൂടുതലായതുകൊണ്ട് തന്നെ എനിക്ക് കുഞ്ഞിൻ്റെ മൂവ്മെൻ്റ് ഒന്നും അറിയുന്നില്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ എന്നും മാതാവിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പം മാതാവിൻ്റെ കയ്യിലൊരു കുഞ്ഞിനെയാണ് ഞാൻ കണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് സമാധാനമാവുമായിരുന്നു, ഓക്കെ മാതാവ് കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ സ്കാനിങ്ങിന് പോകുമ്പോഴായാലും പോലും അവിടെ സ്കാനിങ് മെഷീനിൽ ഞാൻ എൻ്റെ നെറ്റിയിലെന്ന് എന്നെ എടുത്ത് ഉടമ്പടി തൈലെടുത്ത് ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എന്നെ കരഞ്ഞിട്ട് ഇവിടെ നിറക്കരുതേന്ന്. അങ്ങനെ കറക്റ്റ് 9 months ആയപ്പോഴത്തേക്ക് എനിക്ക് സിസേറിയൻ സെക്ഷൻ എടുത്ത്. അപ്പോൾ എൻ്റെ പേടിയും പിന്നെ അവിടുത്തെ ഒരു റൂൾസാണ്, നമുക്ക് ഡൈവേർഷണൽ തെറാപ്പി തരും സിസേറിയൻസ് ഏത് ഡെലിവറിയിലായാലും. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അന്നൊരു ഫ്രൈഡേ ആയിരുന്നു, ഞാൻ പറഞ്ഞു എനിക്ക് കൃപാസനത്തിലെ പ്രെയർ എനിക്കൊന്ന് ലൈവ് ഇട്ട് തരുമെന്ന്. അപ്പം ഞാനത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ എനിക്ക് ആ സത്യം പറഞ്ഞാൽ എനിക്ക് എപ്പിഡ്യൂറലൊക്കെ സ്പൈനിൽ തന്നപ്പം പോലും ഞാൻ ഒന്നും അറിഞ്ഞില്ല. ഞാൻ പ്രെയർ കണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞ് അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനൊരു ത്രോട്ടിലൊരു സർജറി വന്നായിരുന്നു. അതെല്ലാം മാതാവ് പൂർണ്ണമായിട്ട് സൗഖ്യം തന്ന് കുഞ്ഞ് മൂക്കിൽ കൂടെ NG ട്യൂബൊക്കെ ആയിരുന്നു കുറച്ച് മാസം. അതെല്ലാം കുഴപ്പമില്ലാണ്ട് ഇപ്പം കുഞ്ഞ് ഓറലി നന്നായിട്ട് എടുക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ്. ഈ കുഞ്ഞിനെ തന്ന അമ്മ മാതാവിന് കോടാനുകോടി നന്ദി. അത് കഴിഞ്ഞ് ഞാൻ ഇംഗ്ലീഷിൽ അത്ര ബെറ്റർ ഒന്നും അല്ലായിരുന്നു, പക്ഷേ ഒരുമിച്ച് നിൽക്കാൻ വേറെ ഓരോ ഓപ്ഷനും ഇല്ലായിരുന്നു. അങ്ങനെ OET പോയത്.
OET എനിക്ക് ഫസ്റ്റ് ടൈം എഴുതിയപ്പോൾ എനിക്ക് ഒട്ടും സ്കോറില്ല. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ടൈം തേർഡ് ടൈം എഴുതിയപ്പോൾ ക്ലബിംഗ് സ്കോർ വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ മാതാവ് ഞങ്ങളെ ഒരുമിച്ച് നിർത്താനായിട്ട് എനിക്ക് റിക്വേർഡ് സ്കോർ തന്നു, UK എത്തിച്ചു. അതേപോലെ തന്നെ CBT OSCE ആയാൽ പോലും മാതാവിൻ്റെ സാന്നിധ്യം പൂർണ്ണമായിട്ടും കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് നേഴ്സാണ്. അവിടെ വന്നപ്പോഴത്തേക്ക് ജോബ് ഒന്നും കിട്ടുന്നില്ലായിരുന്നു. 6 to 7 months ഞങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തായിരുന്നു. ഒരാളുടെ സാലറി വെച്ച് മാത്രം ഒന്നും പറ്റുന്നില്ല. അങ്ങനെ ഓരോ ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യുമ്പോഴും മാതാവിൻ്റെ കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ ആപ്ലിക്കേഷനും സെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് NHS തന്നെ ഒരു പാർട്ട് ടൈം ജോബ് കിട്ടി. ഞങ്ങൾ ഇപ്പം നാട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എയർപോർട്ടിൽ വെച്ച് ഒരു നെയിമിൻ്റെ ഇഷ്യൂ വന്നായിരുന്നു. എനിക്ക് മാത്രമേ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ, കുഞ്ഞു ഹസ്ബൻഡ് തിരിച്ചു പോകണമെന്ന് പറഞ്ഞ്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല, ആര് സഹായിക്കുമെന്നും അറിയത്തില്ല. ഞങ്ങൾ 4 മണിക്ക് ഞങ്ങൾ ഇമിഗ്രേഷനിൽ കയറിയതാണ്. 8 മണിക്കാണ് ഫ്ലൈറ്റ്. 7 മണിയായപ്പോഴും ഞങ്ങൾ അവിടെ നിന്ന് നിൽക്കുക, ഇന്ന് കരയുക. അവർ വന്നിട്ട് ഞാനാണെങ്കിൽ അപ്പോഴത്തേക്ക് കയ്യിൽ ഉപ്പുണ്ടായിരുന്നു, സൈഡിൽ നിന്ന് പ്രാർത്ഥിച്ചുപ്പിട്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണം, ഞങ്ങൾ തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് ഞങ്ങൾ മെയിൽ അയക്കാം, അവരുടെ റിപ്ലൈ എന്താണെന്ന് നോക്കാം. അപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു 8 മണിക്കാണ് ഫ്ലൈറ്റ്, ഇനിയും ഞങ്ങളിവിടെ നിൽക്കുവാണ് കുഞ്ഞിനെയും വെച്ചിട്ട്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് 7:20 ആയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു റിപ്ലൈ വന്നിട്ടുണ്ട്, കുഴപ്പമില്ല, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം, 3 പേർക്കും ട്രാവൽ ചെയ്യാമെന്ന്. അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യത്തോടെ ഞങ്ങളൊന്ന് നാട്ടിലെത്തിയായിരുന്നു. നാളെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. കുഞ്ഞിന് 1 വയസ്സാവണതിന് മുന്നേ വന്ന് എനിക്ക് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു. ഞങ്ങളത് കഴിയുമ്പോൾ ഞങ്ങൾ തിരിച്ച് ട്രാവൽ ചെയ്യുവാണ്. എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറയാൻ എപ്പോഴും ഞാൻ പ്രഗ്നൻസി ത്രൂ ഔട്ട് ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു. ഒരു പ്രാർത്ഥന മാത്രമായിരുന്നു പ്രഗ്നൻസിയിൽ എനിക്കൊരു സ്ട്രെങ്ത് തന്നിരുന്നത്. എപ്പോഴും ഞാൻ ലൂക്ക 18:27 പറയുന്നതായിരുന്നു, മനുഷ്യന് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണ്. അത് മാത്രം പറഞ്ഞിട്ടാണ് ഞാൻ എന്നും ഹോസ്പിറ്റലിൽ പോലും സ്കാനിങ്ങിനായാലും എന്ത് ചെക്കപ്പിനായാലും പോയിക്കൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഞാനൊരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാളെ കണ്ടാൽ ഞാൻ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കും, ദൈവമേ ഞാൻ കടന്നു പോയ വഴിയിലൂടെ ഒന്നും അവർ പോകരുതേ, മാതാവിൻ്റെ സാന്നിധ്യം എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവണേ. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട്, അവൾക്കിപ്പം കുഞ്ഞൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ബൈബിളെന്നും വായിക്കുമായിരുന്നു. ഞങ്ങളെന്നും പ്രഗ്നൻസി ത്രൂ ഔട്ട് ഒരിക്കൽ പോലും കൊന്ത ചൊല്ലാതെ കിടന്നിട്ടില്ല. എത്ര രാത്രിയായാൽ പോലും വയ്യെങ്കിൽ പോലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ പോലും കൊന്ത ചൊല്ലിയിട്ട് ഉറങ്ങും. അതും കുഞ്ഞിനെ തൊട്ട് കൊന്ത ചൊല്ലുമായിരുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ടെന്ന് പറയുന്നത് ഡയറക്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ മന്ത്ലി വീട്ടിലോട്ട് പൈസ ഇടുമ്പോൾ ഞാൻ അമ്മയോട് പറയും, വീടിനടുത്ത് കുറച്ച് 2-3 ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഫാമിലി ഇഷ്യൂസുള്ള ഫാമിലീസും ഒരു മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുഞ്ഞും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്നാൽ പറ്റുന്ന മന്ത്ലി ഉള്ള സഹായം ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാനിവിടെ തീർത്ഥാടന ഉടമ്പടിയാണ് 2019 എടുത്തത്. എന്നാണോ എൻ്റെ 90 days കഴിയുന്നത്, എനിക്കിവിടെ വരാൻ പറ്റിയില്ലെങ്കിൽ പോലും ഞാനത് ഓൺലൈൻ ഉടമ്പടിയിലോട്ട് മാറ്റും. എന്നിട്ട് നാട്ടിലുള്ള സമയത്ത് താലൂക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഫുഡൊക്കെ മേടിച്ച് പേഷ്യൻസിന് കൊടുക്കും. അവിടെയാണ് പത്രം കൊടുക്കുന്നത്. ചിലർ വേണ്ടെന്ന് പറയും, എന്നാലും ഞാൻ പറയുന്നത് ദൈവമേ അവരുടെ അസുഖം അവർക്ക് സൗഖ്യമാക്കി കൊടുക്കണമേ. ഇനിയും മുന്നോട്ട് ഇന്ന് ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കിയിട്ടുണ്ട്. ഇനി ഉടമ്പടിയിൽ തന്നെ മുന്നോട്ട് പോകാൻ മാതാവും തിരുക്കുമാരനും ഞങ്ങളെ അനുഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം, കൂടെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം അനുഗ്രഹങ്ങളും കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കൂടാനും കൂടി നന്ദി. യേശുവെ നന്ദി, യേശുവെ ആരാധന, യേശുവെ